യൗവനക്കാരെ സംബന്ധിച്ച് ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ഈ അന്ത്യകാലത്ത് ഈ ഒരു നമ്മുടെ യൗവനക്കാരെ നഷ്ടപ്പെടുന്ന, വിശ്വാസത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രവണത ലോകമെമ്പാടുമുണ്ട്. അത് അടൂരിൽ മാത്രമല്ല ഉള്ളത്, കേരളത്തിൽ മാത്രമല്ല ഉള്ളത്, ലോകമെമ്പാടും, പ്രത്യേകിച്ചും ക്രൈസ്തവ സമൂഹങ്ങളിലുള്ള കുഞ്ഞുങ്ങൾ. ബാക്കി മതങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെ പിടിച്ചു നിർത്താൻ അവർക്ക് പല ടെക്നിക്കുകളുണ്ട്. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിനകത്ത് നിന്ന് അനേകം കുഞ്ഞുങ്ങൾ അടുത്ത 1-2 തലമുറ കഴിയുമ്പോഴേക്കും വിശ്വാസത്തിൽ നിന്ന് പോകുന്നതായിട്ട്, വിശ്വാസത്തെ ഉപേക്ഷിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരു പക്ഷേ അവർ സഭയിൽ വരുന്നുണ്ടായിരിക്കാം, പാട്ട് പാടുന്നുണ്ടായിരിക്കാം, ചാടാൻ പറയുമ്പോൾ ചാടുകയും ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാകാം. പക്ഷെ ഹൃദയത്തിൽ ക്രിസ്തു ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. വിശ്വാസം പോയവരായിരിക്കാം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പലരും. ഈ വിശ്വാസം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ, എന്നാൽ നമ്മൾ വളരെ വ്യത്യസ്തരാണ് താനും. കൂട്ടുകാരുമായിട്ട് എല്ലാ കാര്യത്തിനും കൂടാൻ പറ്റുന്നില്ല. നമുക്ക് അവർ സിനിമാ കഥകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കത് പറ്റുന്നില്ല. അവർ ഇടപെടുന്ന ഗെയിംസിലൊന്നും നമുക്ക് ഇടപെടാൻ പറ്റുന്നില്ല. അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ, അവരുടെ ആഭരണങ്ങൾ ഒന്നും ഇടാൻ പറ്റുന്നില്ല. എന്നാൽ അതേ സമയത്ത് അങ്ങനെ ഒരു വിശ്വാസവും ദൈവത്തിനോടില്ലാത്ത ഒന്നുമല്ലാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് പല കുട്ടികളും വളർന്നു വരുന്നത്. അവരുടെ കൂട്ടുകാരുടെ ഇടയിൽ വ്യത്യസ്തരായി കാണപ്പെടുന്നുണ്ടെങ്കിലും ക്രിസ്തുവിന് വേണ്ടി നിൽക്കുക എന്ന് പറയുന്ന ആ ഒരു ഫെയ്ത്ത് ഉള്ളിലില്ല താനും. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഒരു ഭയങ്കര പ്രഷറിൻ്റെ കീഴിലാണ് നമ്മുടെ മക്കൾ പലരും ജീവിക്കുന്നത്. എന്താണ് ഈ വിശ്വാസമെന്ന് പോലും അറിയാൻ വയ്യാത്തൊരു സാഹചര്യമാണ് ഇന്ന് സഭകളിലുള്ളത്. അതുകൊണ്ട് ക്രിസ്തുവിലേക്ക്, ക്രൈസ്റ്റ് സെൻട്രിക് ആയിട്ടുള്ള ഒരു ഹ്യൂമാനിറ്റി, ഒരു ഹ്യൂമൻ ബീയിങ് ആരായിരിക്കണം, എന്തായിരിക്കണം, എങ്ങനെയാണ് ഒരു മനുഷ്യന് അവൻ്റെ ലൈഫിൻ്റെ പൂർണ്ണതയിലെത്താൻ സാധിക്കുന്നത്, അത് ക്രിസ്തുവിലുള്ള ആ ഒരു പൂർണ്ണത എന്താണ്, അതെങ്ങനെയാണ് നമുക്ക് നമ്മുടെ കുട്ടികളിലേക്ക്, നിങ്ങൾ ഓരോരുത്തരിലേക്കും പകരാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. വാട്ട് ഈസ് ദാറ്റ് ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി ആൻഡ് ഫെയ്ത്ത്? എന്താണ് നമുക്ക് ഇത്ര വ്യത്യാസം? എന്തുകൊണ്ടാണ് നമ്മൾ ക്രിസ്ത്യാനികളായിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമുക്ക് ഈ ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവം. ഇതാണ് വിശ്വാസത്തിൻ്റെ പ്രൈമറി ലെവൽ എന്ന് പറയുന്നത്. നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുന്നത് തന്നെയാണ്, പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവം. പരീക്ഷയ്ക്ക് പഠിക്കാൻ നേരത്ത് പ്രാർത്ഥിക്കടാ, എക്സാം എഴുതാൻ നേരത്ത് പ്രാർത്ഥിക്കടാ, അല്ലേ? രാവിലെ എഴുന്നേക്കാൻ നേരത്ത് നീ പ്രാർത്ഥിച്ചിട്ടാണോ രാവിലെ സ്കൂളിൽ പോകുന്നത്? നീ പ്രാർത്ഥിച്ചിട്ടാണോ കിടക്കുന്നത്? അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവം, പ്രാർത്ഥിച്ചാൽ എക്സാമിനേഷന് നല്ല മാർക്ക് തരുന്നൊരു ദൈവം, പ്രാർത്ഥിച്ചാൽ രോഗം മാറ്റുന്ന ദൈവം എന്നൊക്കെ നമ്മൾ പിള്ളേരെ പഠിപ്പിക്കാറുണ്ട്. നിങ്ങൾ പലരും ഇത് കേട്ടിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളുടെ പ്രായോഗിക അനുഭവത്തിൽ ഇതൊന്നും അങ്ങനെ നടക്കുന്നുണ്ടാവില്ല. പ്രാർത്ഥിക്കാത്തവർ നിങ്ങളെക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നു, പ്രാർത്ഥിക്കാത്തവരുടെ രോഗം സൗഖ്യമാകുന്നു, പ്രാർത്ഥിക്കാത്തവരുടെ കുടുംബത്തിൽ സമാധാനമുണ്ട്, നിങ്ങളുടെ വീട്ടിൽ സമാധാനമില്ല, പ്രാർത്ഥിക്കാത്തവർക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടാകുന്നു, അവർ മുതലാളിമാരാകുന്നു. അങ്ങനെ നോക്കിക്കഴിയുമ്പം നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉള്ളതായിട്ട് തോന്നുന്നുമില്ല. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഇപ്പം പ്രാർത്ഥിക്കാത്ത ആൾക്കാർ, ഞാനും പഠിക്കുന്നു, ആ ആളും പഠിക്കുന്നു, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പഠിക്കുന്നു, അവർ പ്രാർത്ഥിക്കാതെ പഠിക്കുന്നു, പ്രാർത്ഥിക്കാതെ പഠിക്കുന്നയാൾ ജയിക്കുന്നു, ഞാൻ ഇൻ്റർവ്യൂവിൽ പാസ്സാകുന്നില്ല. അപ്പോൾ പിന്നെയും പാസ്റ്റർമാരൊന്ന് പറയുന്നു, ഒന്നും കൂടെ പ്രാർത്ഥിക്കുന്നതിൻ്റെ വിശ്വാസത്തിൻ്റെ കുറവാണ്. ഇത് വിശ്വാസത്തിൽ 2-3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ഇതൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ പതുക്കെ നമ്മുടെ പിള്ളേരുടെ ഉള്ളിൽ തോന്നുവാണ്, ഈ വിശ്വാസത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ അപ്പനമ്മമാർ എന്തോ കേട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നു. അത് ഞാനങ്ങനെ ഈ ആധുനിക കാലത്ത് ഇത് പ്രാർത്ഥനയിലൊക്കെ ആരും വിശ്വസിക്കാനാണ്? ഏതെങ്കിലും 2 കൂട്ടുകാർ പറഞ്ഞു കൊടുത്താൽ മതി, എടാ പ്രാർത്ഥിച്ചാലൊന്നും കാര്യം നടക്കുകയില്ല. കാരണം വളരെ ദുർബലമായിരിക്കുമോ അകത്ത് വിശ്വാസം ദുർബലമായിരിക്കുന്ന സമയത്ത് ആരെങ്കിലും 2 കൂട്ടുകാർ വന്ന് ഒരു തട്ട് തട്ടിയാൽ ആ വിശ്വാസം ആ വഴിക്ക് അങ്ങ് പോകും. പക്ഷെ വീട്ടിൽ പറയാൻ പറ്റുമോ? വീട്ടിൽ വിശ്വാസിയായിട്ട് അഭിനയിക്കും. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ വന്ന് മടി പിടിച്ചിരിക്കും. പ്രാർത്ഥിക്കാനിരുന്ന് കഴിയുമ്പം അമ്മ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആദ്യം സഭയിലുള്ള എല്ലാവർക്കും വേണ്ടി, പിന്നെ നാട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടി, പിന്നെ സെൻറ്ററിലുള്ള പാസ്റ്റർമാർക്ക് മുഴുവൻ ആൾക്കാർക്കും വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു വരുമ്പോഴേക്കും കൊച്ചിന് ഇവരുടെ കാര്യത്തിലൊന്നും ഒരു താല്പര്യവും ഇല്ല. അവൻ വിചാരിക്കും ഈ പ്രാർത്ഥന ഒന്ന് തീർന്നായിരുന്നെങ്കിൽ ബാക്കി ക്രിക്കറ്റ് കാണാമായിരുന്നു. അങ്ങനെ ഇവൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയോട് വൈരാഗ്യമാവും.
ബൈബിൾ വായിക്കുന്നതിനോട് വൈരാഗ്യവും ആകെ പാടെ ഈ ആത്മീകമായ ഡിസിപ്ലിൻസ് ഈ അപ്പനമ്മമാരെ കൊണ്ടേ കൊടുക്കുന്ന ഒന്നും പിള്ളേർക്ക് ദഹിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവർക്ക് അതിനകത്തൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല. നിങ്ങളുടെ ഭാഗത്തുനിന്ന് സംസാരിച്ച പോലെ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? പിന്നെ ഇങ്ങനെ ഈ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നതാണോ രസം, അതോ ടി വിയിൽ ഒരു ക്രിക്കറ്റ് മാച്ച് ഉണ്ടായി കാണുന്നതാണോ? ഏതാ കുറച്ചുകൂടെ രസം? ഉള്ള സത്യം പറഞ്ഞു, ഏതാ രസം? എന്നാൽ അപ്പനമ്മമാരെ എന്ത് പറയും, വീട്ടിലോട്ട് വരുമ്പോൾ നിനക്കിട്ട് വെച്ചിട്ടുണ്ടാന്ന് പറഞ്ഞ് ആരും നോക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ ആരും അങ്ങനെ നോക്കരുത്. ഏതാ രസം? സത്യമായിട്ടും രസം ക്രിക്കറ്റ് കാണുന്നതല്ലേ, അല്ലെങ്കിൽ ഒരു സീരിയലോ ഒരു പ്രോഗ്രാമോ ഒക്കെ കാണുന്നതല്ലേ കുറച്ചുകൂടെ രസമായിട്ട് തോന്നുന്നത്? അല്ല വേണ്ട യൂട്യൂബിൽ ഏതെങ്കിലും തമാശയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിക്കുന്നതിനേക്കാളൊക്കെ എന്ത് രസമല്ലേ? ഇപ്പം നിങ്ങളുടെ പക്ഷത്ത് നിന്ന് സംസാരിച്ച പോലെ തോന്നുന്നുണ്ടോ? ഇതാണ് ലോകം, നമ്മൾ ഫേസ് ചെയ്യുന്ന ലോകം. ഈ ഫേസ് ചെയ്യുന്ന ലോകത്തിനകത്ത് ഈ അപ്പനമ്മമാർക്ക് അറിയാൻ വയ്യാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പനമ്മ പണ്ടൊക്കെ ഒരു 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 200 വർഷങ്ങൾക്ക് മുമ്പ് അല്ല 150 വർഷങ്ങൾക്ക് മുമ്പ് അപ്പം പറയുന്നതാണ് മകൻ്റെ ലോകം. ഒരു കുറേ സ്ഥലം കാണും, അവിടെ കൃഷി ചെയ്യുന്നു. 50 വർഷം മുമ്പ് വരെ അങ്ങനെയായിരുന്നു. ഇപ്പം നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഞങ്ങളോടൊക്കെ പറയുന്നത് കാളയെ മേടിച്ചു തരാമെന്നായിരുന്നു. എന്തിനാണെന്നറിയോ? പറമ്പിൽ പണിയാൻ, പൂട്ടാൻ, നിലം പൂട്ടാൻ. അപ്പോൾ അതൊക്കെയാണ് അപ്പൻ പറയുന്ന കേട്ട് മക്കൾ ജീവിക്കുമായിരുന്നു. കാരണം അപ്പൻ്റെ കയ്യിലാണ് പൈസ ഇരിക്കുന്നത്. അവസാനം അപ്പം മരിക്കുമ്പോൾ ഇത് വീതിച്ച് വെള്ളം നല്ലപോലെ വല്ലതും കിട്ടണമെങ്കിൽ അപ്പം പറയുന്നത് അനുസരിച്ച് കേട്ട് ജീവിക്കും. അപ്പം മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ള കൽപ്പന പോലും ആ മാതാപിതാക്കന്മാരുടെ കയ്യിലിരിക്കുന്ന പൈസ അവസാനം കൈ കിട്ടാൻ വേണ്ടി. പക്ഷെ ഇന്നത്തെ സാഹചര്യം അതല്ല. ഇന്ന് അപ്പനമ്മമാരെക്കാളും കൂടുതൽ സമ്പാദിക്കുന്ന മക്കളാണ്. അതുകൊണ്ട് അപ്പനമ്മമാർ പറയുന്നൊന്നും മക്കൾ കേൾക്കുമെന്ന് വിചാരിക്കുകയേ വേണ്ട. ഇവരെങ്ങനെയെങ്കിലും ജർമ്മനിയിലോ കാനഡയിലോ മൈഗ്രേറ്റ് ചെയ്ത് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കി അപ്പനമ്മമാരെ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പം ഞാൻ ആരുടെ പക്ഷത്ത് നിന്ന് സംസാരിച്ചേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളെല്ലാവരും ഒരു സ്വപ്നമായിട്ടാണ് ജീവിക്കുന്നത്. ആ സ്വപ്നം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും നല്ല മാർക്ക് മേടിച്ച് IELTS ജർമ്മൻ ഭാഷയോ പഠിച്ച് OET നേഴ്സായി എന്തെങ്കിലും ആയി എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി ഡോളറോ വല്ലതൊക്കെ സമ്പാദിച്ച് ഇങ്ങോട്ട് ഒരു മുതലാളിയായി അവിടെ ഒരു വീടും വെച്ച്, എന്നിട്ട് അവിടെ വീട് വെച്ച് ഇവിടെ ഉള്ളവർ അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ഉള്ളവരൊന്ന് കാണണമല്ലോ നമ്മളെ ദൈവം അനുഗ്രഹിച്ചത് എങ്ങനെയാണ്. അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഒരു വീട് വെച്ച് അവിടെ താമസിക്കാൻ ആരും ഇല്ലെങ്കിലും അതിനൊരു വലിയ ഗേറ്റൊക്കെ പണിത് അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിവിടെയെങ്കിലും കാണുകയല്ല, പക്ഷേ കാണുന്നവരല്ല പറ അവനെ ദൈവം അനുഗ്രഹിച്ചതെന്ന് പറയാൻ വേണ്ടി ചെയ്യുന്ന പണികളാണ്. നമ്മളെല്ലാം ആ ഒരു ലോകത്തിൻ്റെ വ്യവസ്ഥയിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ ആഗ്രഹം അതാണ്, പ്രാർത്ഥന അതാണ്, വിടുതലെടുക്കുന്നതിന് വേണ്ടിയാണ്, ജീവിക്കുന്നതിന് വേണ്ടിയാണ്, പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്. പ്രവാചകന്മാർ വരുന്നത് അതിനു വേണ്ടിയാണ്. നിങ്ങളെ തണുപ്പുള്ള ദേശത്തേക്ക് വിടാൻ വേണ്ടിയാണ് അവർ വരുന്നത്. മഞ്ഞുള്ള അതാണ്. ഞങ്ങൾ അധികം കേൾക്കാറില്ല. ഞാൻ മിക്കവാറും പ്രസംഗിക്കാൻ പോകുന്നതുകൊണ്ട് അധികം കേൾക്കാറില്ല. കേൾക്കുന്ന വളരെ കുറച്ചേ ഉള്ളൂ. നിങ്ങൾ കേൾക്കുന്നവരും കൂടെ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. മഞ്ഞുള്ള ദേശത്തും മേഘങ്ങളുടെ മുകളിൽ കൂടെയൊക്കെ പറപ്പിക്കാൻ വേണ്ടി വരുന്ന പ്രവാചകന്മാർ. ഇതൊന്നും പ്രാർത്ഥിച്ചിട്ടും നടക്കാതെ ഇതെൻ്റെ പാപം കൊണ്ടായിരിക്കും, എന്തോ വിഷയത്തിൽ വിടുതലില്ലാത്തതുകൊണ്ട്, എന്തോ എൻ്റെ പ്രശ്നമാണ്, മിസ്റ്റേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള വിശ്വാസവും കൂടെ പോയി. ഈ സത്യം പറഞ്ഞ ആരുടെ ഉള്ളിലും വലിയ വിശ്വാസമൊന്നുമില്ല. ഞാനില്ല എന്നൊന്ന് തെളിയിക്കാൻ വേണ്ടി 1 മിനിറ്റ് എടുക്കാം. ഓക്കെ, ഇപ്പം സമയം 3:20 3:21 കർത്താവ് വന്നാൽ 100% 99.9 അല്ല, 100% ഉറപ്പുള്ളവരെന്ന് കൈവയ്ക്കി. ഇതാ ഞാൻ പറഞ്ഞ്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ. അപ്പോൾ ആശിക്കുന്നതിൻ്റെ ഉറപ്പില്ലെങ്കിൽ നമ്മൾ മക്കളെ, നിങ്ങളെ വിശ്വാസം പറയുന്ന അപ്പനന്മാരുടെ എല്ലാം കാര്യം കണക്കാ. ഈ പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസികൾ ആരുണ്ട്? ആശിക്കുന്നതിൻ്റെ ഉറപ്പുണ്ട്, മോഹിക്കുന്നതിൻ്റെ ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, മോഹിച്ചോളാൻ, നിന്റെ കാര്യം ദൈവം ഇങ്ങനെ വലിയൊരു അനുഗ്രഹമാക്കി മാറ്റാൻ പോവാണ്, അതുകൊണ്ട് മോഹിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഉറപ്പാണ്. പക്ഷേ കർത്താവ് എന്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നതെന്ന് പോലും നമ്മളിപ്പം പറയാറുമില്ല, ഓർക്കാറുമില്ല. നമ്മൾ വർഷിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ? ഞാൻ പറയുന്നതല്ല, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയോ എങ്ങനെയാണ് നമ്മുടെ പിള്ളേരുടെ ഉള്ളിൽ നിന്ന് വിശ്വാസം പോയത് എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നമ്മൾ വർഷിപ്പ് ചെയ്യുമ്പം എന്തോ പറയുന്നത്? കഴിഞ്ഞ ഒരാഴ്ച കാലം ഞങ്ങളെ നടത്തിയ ദൈവം. അപ്പോൾ അംബാനിക്കും പറയാം കഴിഞ്ഞ ഒരാഴ്ച കാലം ഈ പെന്തക്കോസുകാരെക്കാളെല്ലാം മനോഹരമായിട്ട് എന്നെ നടത്തിയ ദൈവം. മോഡിക്കും പറയാം
കഴിഞ്ഞ ഒരാഴ്ചക്കാലമല്ല, കഴിഞ്ഞ 7 വർഷക്കാലം അത്ഭുതകരമായി നടത്തിയ ദൈവം. അത് വേറെ പേര് വേറെയെന്നേ ഉള്ളൂ, ദൈവത്തിൻ്റെ പേര് വേറെയാണ്. നമ്മുടെ പിണറായി വിജയനും പറയാം, ദൈവം ഇല്ലാത്തതുകൊണ്ട് മാർക്സ് എന്നോ വല്ലതൊക്കെ പറയാം, അവർക്കും പറയാം. കഴിഞ്ഞ ഇത്രയും വർഷം ഇത്രയും പണി ഒപ്പിച്ചിട്ടും വീണ്ടും വീണ്ടും നടത്തുന്ന ദൈവം. നമ്മുടെ എല്ലാ രാഷ്ട്രീയക്കാർക്കും പറയാം, എല്ലാ മനുഷ്യർക്കും പറയാം. കാരണം ദൈവത്തിൻ്റെ പൊതു കൃപ എന്ന് പറയും സമ്പത്ത്, വിദ്യാഭ്യാസം, ആരോഗ്യം, ഇതൊക്കെ ദൈവം കൊടുക്കുന്നത് പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമല്ല, പ്രാർത്ഥിക്കുന്നവർക്കും പ്രാർത്ഥിക്കാത്തവർക്കും ഒരുപോലെ കൊടുക്കുന്ന അനുഗ്രഹങ്ങളെയാണ് നമ്മൾ കോമൺ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. ആ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ വന്ന് മരിക്കേണ്ട കാര്യമില്ല. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ വരുന്ന അനുഗ്രഹങ്ങളോ വിശ്വാസമോ അല്ല ഇത്. അപ്പം നമ്മുടെ പിള്ളേർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ലഭിക്കുന്ന വിശ്വാസമല്ല, വസ്തുക്കൾ ലഭിക്കുന്ന വിശ്വാസമാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്നുള്ള കാര്യം മറന്നുപോയി എന്നുള്ളതാണ്. നമ്മൾ യേശു കർത്താവിൻ്റെ രക്ഷയോർത്ത്, എന്നെ രക്ഷിച്ചതിനെ ഓർത്ത് സ്തോത്രം ചെയ്തിട്ട് എത്ര നാളായി കാണും. കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം അനേകം ആൾക്കാർ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ചിലരൊക്കെ ഞെരങ്ങി മൂളി ഹോസ്പിറ്റലിൽ കിടക്കുന്നു. എന്നെ മാത്രം ജീവനുള്ള ദേശമായ ഈ സ്ഥലത്തിൻ്റെ പേരിനെ കടമ്പനാട്ടിൽ ശേഷിപ്പിച്ചതിന് നന്ദിയോടെ സ്തോത്രം എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ഹല്ലേലൂയ പറയുന്നത് എന്തിനാണെന്നറിയോ? കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം അനേകം ആൾക്കാരെ കർത്താവ് നീ നിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി, എന്നെ നിൻ്റെ അടുത്തിലേക്ക് കൊണ്ടുപോകാതെ ഇവിടെ തന്നെ ഇട്ടതിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല എന്നാണ്. നമുക്കതങ്ങ് വിട്ടുപോയി, ആ കണക്ഷനേ പോയി. അതുമാത്രമല്ല, എന്നിട്ട് നമ്മൾ പിള്ളേരെ കുറ്റം പറയാം, അവർക്ക് വിശ്വാസം ഇല്ലെന്ന്. സത്യം പറഞ്ഞ വിശ്വാസം പോകുമ്പം ഒരു സഭയുടെ 5 പേര് നല്ല പോകുന്നത്, മൊത്തത്തോടെയാണ് പോകുന്നത്. പിന്നെ അമ്മമാർക്ക്, ഇന്ന് മിക്കവാറും അമ്മമാരുടെ റിലീജിയനാണ് പെന്തക്കോസ്റ്റ് ചർച്ച് എന്ന് പറയുന്നത്. അമ്മമാർക്ക് മക്കളെക്കുറിച്ച് ഭയങ്കര ഉത്കണ്ഠയാണ്. അതുകൊണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്നത്. ആ ഉത്കണ്ഠ മാറാൻ വേണ്ടിയും ഗതി എന്താവും എന്നുള്ള പേടി, ഉപജീവന ചിന്ത കൊണ്ടും മാത്രമാണ് ഈ വിശ്വാസത്തിലായിട്ട് നമ്മൾ നടക്കുന്നത്. ഇത്രയും പ്രതീക്ഷയില്ലല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു വിശ്വാസമാണ് നമ്മൾ പ്രസംഗങ്ങളിലൂടെ എല്ലാം പ്രചരിക്കുന്നത്, നിന്റെ വിജയത്തിന് തടസ്സമായി നിൽക്കുന്നത്. അപ്പം ഈ കർത്താവ് എന്ന് പറയുന്നത് നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു പാർട്ട്ണറെ പോലെ ഉണ്ട്. ഞാൻ വിചാരിക്കായിരുന്നു, ഇവിടെ ഏത് പാസ്റ്ററാണ് ഈ പാസ്റ്റർ, ഞാനും കൂടെ കടമ്പനായിട്ടൊരു ചായക്കട തുടങ്ങുമെന്ന് വിചാരിച്ചോ. ഇപ്പം ഞങ്ങൾ 2 പേര് സെർവ് ചെയ്യുന്നു, 2 പേരും അധ്വാനിക്കുന്നു, കൗണ്ടറിൽ ഇരിക്കുന്നു. അവസാനം ലാഭം കിട്ടുമ്പോൾ 50-50. അതാണ് മാനുഷികമായൊരു നീതി എന്ന് പറയുന്നത്. എന്നാൽ ദൈവം ഞാനുമായിട്ടാണ് പാർട്ട്ണർഷിപ്പ് എന്ന് വിചാരിച്ചോ, എത്ര % കൊടുത്താൽ മതി? 10% കൊടുത്താൽ മതി. അപ്പുറത്തെ ചായക്കടയിൽ പോകുന്നവനെല്ലാം ആകർഷിച്ച് ദൈവം ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തോളും. നമ്മുടെ കച്ചവടത്തിനകത്ത് നമ്മുടെ വലയിൽ ഇഷ്ടംപോലെ മീൻ കയറുകയും ചെയ്തോളും. നമ്മൾ വെറും 10% വെച്ച് ഈ ദൈവത്തെ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ബിസിനസ് നന്നാക്കാൻ, നമ്മുടെ കുടുംബം നന്നാക്കാൻ എല്ലാം 10% കൊടുത്താൽ, നീ എനിക്ക് 10% തരാമോ? ഓക്കെ തരാം, എന്നാൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നൊരു ദൈവം. ഇത് ഏത് ദൈവമാണ്? ഈ ദൈവത്തെ ഈ ആധുനിക തലമുറ അംഗീകരിക്കില്ല. കാരണം അത് വേദപുസ്തകത്തിൽ വെളിപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവമല്ല. അതുകൊണ്ട് പിള്ളേർക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പ്രചരിപ്പിക്കുന്ന ക്രിസ്തു നസ്രായനായ യേശുക്രിസ്തു അല്ല, നമ്മുടെ അതേ സ്വഭാവമുള്ള ഒരാളാണ്. നമ്മുടെ ഇഷ്ടങ്ങളാണ് ക്രിസ്തുവിൻ്റെ ഇഷ്ടം. എൻ്റെ അയൽക്കാരനോട് എനിക്ക് ദേഷ്യമാണെങ്കിൽ കർത്താവിനും ദേഷ്യമാണ്. എനിക്കൊരു പർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടി ഇഷ്ടമില്ലെങ്കിൽ കർത്താവിനും അത് ഇഷ്ടമില്ല. കർത്താവ് ഞാൻ തന്നെയാണ്. എൻ്റെ കാര്യം നടത്താൻ വേണ്ടി എൻ്റെ പൈസ മേടിച്ചുകൊണ്ട് എന്നെ ശുശ്രൂഷിക്കുന്ന ഒരാളായിട്ട് ദൈവത്തെ കുറച്ചിട്ട് നമ്മുടെ സഭയിലും മതത്തിലും എല്ലാം ഇത് പ്രചരിപ്പിച്ച് പവർ വിഷനിലും മറ്റേ ഹാർവസ്റ്റ് ടിവിയും തുറക്കുമ്പോഴെല്ലാം നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ മാത്രമാണ്. അപ്പം എന്താ ഈ പിള്ളേർ വിശ്വസിക്കേണ്ടത്? ഇവരുടെ ഒന്നും വിഷയങ്ങളിൽ ഇറങ്ങി വരുന്നോട്ട് കാണുന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ പ്രായത്തിൽ പിള്ളേർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടെ. അത് നിങ്ങൾക്ക് പോലും അറിയത്തില്ലായിരിക്കും, പക്ഷെ എനിക്കറിയാം. കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെയൊക്കെ പ്രായം കഴിഞ്ഞാണ് ഞാൻ ഈ വഴിക്ക് എത്തിയത്. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. രാവിലെ 9 മണി വരെ കിടന്നുറങ്ങാനുള്ള സ്വാതന്ത്ര്യം,
അതിനുശേഷം ഒരു മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനുമായിട്ട് കട്ടിലിലേക്ക് വീഴാനുള്ള സ്വാതന്ത്ര്യം. ഇഷ്ടമുള്ള ആഹാരം എവിടെ നിന്നെങ്കിലും ഓർഡർ ചെയ്ത്, അത് ജങ്കായാലും എന്തായാലും, എന്താ പറയുന്നത്, പിസ്സയോ അതോ ഇതോ ബർഗറോ ഒക്കെ ഓർഡർ ചെയ്ത് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം, അതിനുള്ള പൈസ. പിന്നെ ഇങ്ങനെ ഇത് വലിയ അപകടമാണ്. ഇതിൻ്റെ അപകടം എന്താണെന്നറിയാം? ഈ ആധുനിക സമൂഹം സ്ക്രീൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. നമ്മുടെ കയ്യിലെല്ലാം ഒരു സ്ക്രീൻ ഉണ്ട്. കയ്യിൽ സ്ക്രീൻ ഇല്ലാത്ത ആരുമില്ല. സ്ക്രീൻ മൊബൈലിൻ്റെ സ്ക്രീൻ മാത്രമാണെന്നില്ല, കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനോ മൊബൈലിൻ്റെ സ്ക്രീനോ ടാബ്ലറ്റിൻ്റെ സ്ക്രീനോ TV-യുടെ സ്ക്രീനോ ഏതെങ്കിലും ഒരു സ്ക്രീൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ഈ സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയും, അതൊരു വലിയ പ്രശ്നമാണ്. ഈ സ്ക്രീൻ അഡിക്ഷൻ പോലെ തന്നെയാണ് ഡ്രഗ്, മദ്യം, ഇതെല്ലാം ഓരോ തരം അഡിക്ഷൻസാണ്. ഈ ആധുനിക സമൂഹത്തിൽ ഈ അഡിക്ഷൻസ് എന്ന് പറയുന്നത് ആണ് പ്രധാന ജീവിത തത്വം. അതായത് ഈ TV ഇല്ലാതെ, ഈ സ്ക്രീൻ ഇല്ലാതെ ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും അല്ലെ 40 വർഷം മുമ്പ് ഒരു 5 കിലോമീറ്റർ നടന്ന് ഒരു സ്ഥലത്ത് പോകുക എന്ന് പറയുന്നത് വളരെ നിസ്സാരം. ഓക്കെ, ഇന്ന് നമ്മുടെ കാറ് ഒരു 100 മീറ്റർ അകലെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ഉടൻ ചിന്തിക്കുന്നത് അയ്യോ 100 മീറ്റർ നടക്കണമല്ലോ എന്ന്. ശരിയല്ലേ? കുറച്ചുകൂടെ അടുത്തോട്ട് കൊണ്ടേ പാർക്ക് ചെയ്യുന്ന പോലെ അല്ലേ? എന്താ കാരണം? നടക്കാനുള്ള നമ്മുടെ കഴിവ് പോയിക്കൊണ്ടിരിക്കുവോ? നമ്മുടെ അടുത്ത ജനറേഷൻ ആകുമ്പോൾ നടക്കാൻ പിള്ളേർ മറന്നുപോകും. കാരണം എല്ലാം നടക്കുന്ന എങ്ങനെയാണെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ ആലോചിച്ചെങ്കിൽ. അപ്പൊ മെഷീൻസ് വന്നു കഴിയുമ്പോൾ നേരത്തെ നമ്മുടെ അമ്മമാർക്ക് ഈ അരി കുത്തി പുട്ടുണ്ടാക്കാനും ദോശ ഉണ്ടാക്കാനൊക്കെ അറിയാമായിരുന്നു. ഇപ്പൊ ഈ പരിപാടിയൊന്നും അറിയാൻ പറ്റില്ല. അത് പോട്ടെ, അതുണ്ടാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, മിക്സി എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തന്നാൽ തിന്നാം. പക്ഷെ അത് മാത്രമല്ല, നടക്കാനുള്ള കഴിവ് മാത്രമല്ല, കണക്കൂട്ടാനുള്ള കഴിവ് നോക്കി. 74 38 എത്രയാണ്? 112. എങ്ങനെ കണ്ടുപിടിക്കും? അത് പണ്ടത്തെ ആണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് അറിയാം. പക്ഷെ ഇന്ന് ഇത് അടിച്ചു നോക്കാതെ അറിയാൻ പറ്റിയല്ല. അപ്പൊ കണക്കൂട്ടാനുള്ള കഴിവ് പോയി. പുസ്തകം വായിക്കാനുള്ള കഴിവില്ല. ഒരു പുസ്തകത്തിൽ 1/2 മണിക്കൂർ നോക്കിയിരിക്കാനുള്ള കഴിവ് നമ്മുടെ പിള്ളേർക്കില്ല. അത് വീഡിയോ ആയിട്ട് കാണിച്ചു കൊടുത്തായിരുന്നു കണ്ടോളൂ. ആ സമയത്ത് വായിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കാൻ മടുക്കും. 2 ലൈൻ വായിക്കുമ്പോഴേക്കും മടുക്കും. എന്നിട്ട് ആരുടെ അടുത്ത് അതൊന്ന് വായിച്ചിട്ട് കഥ പറഞ്ഞുതരാൻ ചോദിക്കും. വായിക്കാനുള്ള കഴിവ് പോയി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവ് പോയത് എന്നാന്നറിയോ? നമ്മളൊരു സത്യം മനസ്സിലാക്കിയാൽ അത് തലയിൽ പിടിച്ചു നിർത്താനുള്ള കഴിവ് പോയി. അത് കേട്ടു, ഇഷ്ടപ്പെട്ടു, അടുത്ത അനുഭവത്തിലേക്ക് പോയി, ഇത് വിട്ടു. ഇപ്പൊ നിങ്ങൾ ഇതെല്ലാം കേട്ടില്ലേ? ഒരു ക്യാമ്പിൽ ഒന്ന് സംബന്ധിച്ചു, ഇതെല്ലാം കേട്ടു. ഇന്ന് ഭയങ്കര രസമായിരുന്നു. നാളെ നിങ്ങൾ കൂട്ടുകാരോട് കൂടുമ്പം ഇന്ന് കേട്ട സത്യങ്ങളൊന്നും പണി ചെയ്യില്ല. നാളെ കൂട്ടുകാരുടെ അടുത്ത് വരുമ്പോൾ വേറൊരു റിയാലിറ്റിയാണ്. ഇത് ശരിക്കും ഇത് സമൂഹത്തെ ശരിക്കും നമ്മൾ അപഗ്രഥിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വലിയ അപകടകരമായ ഒരു വ്യവസ്ഥയാണ് ഇന്നുള്ളത്. ഇത് പറയാൻ ഒത്തിരി സമയം വേണം. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുന്നത് എവിടെ നിന്ന് തുടങ്ങണമെന്നുള്ള കാര്യമാണ്. ഉത്തരാധുനികത എന്ന് പറഞ്ഞൊരു പോസ്റ്റ് മോഡേണിറ്റി, നിങ്ങൾ എന്താണെന്നൊന്നും ചിന്തിക്കേണ്ട. ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. കർത്താവ് പറഞ്ഞു നിക്കോദമസിനോട്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നവരല്ല എങ്ങനെയാവും? ആരെ പോലെ ആവുമെന്ന് പറഞ്ഞ്? ആരെ പോലെ ആവും? കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അത് എവിടെ നിന്ന് വരുന്നു എന്ന് എങ്ങോട്ട് പോകുന്നു ആരും അറിയുന്നില്ല. ആത്മാവിൽ ജനിച്ചവനെല്ലാം അതുപോലെയാകും. അപ്പൊ എങ്ങനെയാവും? ആത്മാവിൽ ജനിച്ചവനെല്ലാം കാറ്റ് പോലെയാവും. ഓക്കെ, പക്ഷെ നമ്മൾ പരിശ്രമിക്കുന്നത് എന്തിനുണ്ടെന്നറിയോ? കല്ല് പോലെ ആകാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും സെറ്റിലാവണം. അപ്പൊ ആരെ പോലെയാണ്? സോൾഡ് ആയിരിക്കണം. അപ്പൊ ഇവിടെ 50 ആൺപിള്ളേരുണ്ടെങ്കിൽ 50 പെൺപിള്ളേരുണ്ടെങ്കിൽ എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, ഒരുപോലെ ആവുക, ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്യുക. ശരിയാണോ? കർത്താവ് പറഞ്ഞത് നമ്മൾ ആരെ പോലെ ആവുന്ന? കാറ്റ് പോലെ ആവും. നമ്മൾ എന്തോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? കല്ല് പോലെ ആവും. ഇപ്പൊ പിള്ളേർ ഇതിനിടയിൽ സൂത്രക്കാരായതുകൊണ്ട് ഒരു കാറ്റ് പോലെ ആവില്ല, കല്ല് പോലെ ആവില്ല, ഒരു വെള്ളം പോലെ ആവും. വെള്ളത്തിന്റെ പ്രത്യേകത എന്താ? അത് ഏത് പാത്രത്തിലാണോ അതിന്റെ ഷേപ്പ് ആയിരിക്കും. ചർച്ചിൽ വരുമ്പം ചർച്ചിന്റെ ഷേപ്പ്, കൂട്ടുകാരോട് കൂടുമ്പം കൂട്ടുകാരൻ്റെ ഷേപ്പ്, ക്ലാസ്സിലിരിക്കുമ്പോൾ ക്ലാസ്സിന്റെ ഷേപ്പ്, വീട്ടിൽ പോയിരിക്കുമ്പം വീട്ടിലെ വഴക്ക് ബഹളം അടി അത് വേറൊരു ഷേപ്പാണ്. ഇതെല്ലാം ഷേപ്പ് ഒരു നല്ല ഒന്നാം തരമായിട്ട് കൊണ്ട് നടക്കും. അതൊന്നും വേറൊന്നിനോട് കലരാതെ. ഇതാണ് വെള്ളത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത്.
മനസ്സിലാകുന്നുണ്ടോ? അപ്പനമ്മമാർ എന്ത് ചെയ്യാനാണ് ശ്രമിക്കുന്നത്? ഇവരെ കല്ലുപോലെ ആക്കാനാണ് ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സോളിഡ്, അവരുടെ ജീവിതത്തിൽ ഒരു സെറ്റിൽമെന്റ് വേണം, അല്ലെ? എന്ന് പറഞ്ഞാൽ ഉറച്ചൊരിടത്ത്. അപ്പൊ ഈ അന്ത്യകാലമായപ്പോഴേക്കും മനുഷ്യരുടെ കഴിവുകൾ, സ്വതസിദ്ധമായി ദൈവം അവർക്ക് നൽകിയ ചിന്തിക്കാനുള്ള കഴിവ്, പ്രവർത്തിക്കാനുള്ള കഴിവ്, നടക്കാനുള്ള കഴിവ്, ആലോചിക്കാനും സങ്കല്പിക്കാനുമുള്ള കഴിവ് എല്ലാം ഈ സാത്താൻ എടുത്തുകൊണ്ട് പോയി. ഇന്ന് നമ്മൾ വെറും പപ്പറ്റുകളാണ്. കൂട്ടുകാർ പറഞ്ഞാൽ അങ്ങോട്ട് ചാടും, അപ്പം പറഞ്ഞാൽ ഇങ്ങോട്ട് മറിയും. നമുക്ക് ആശയങ്ങളില്ല, ആശയങ്ങളിൽ ഉറപ്പില്ല, ധൈര്യമായിട്ട് ജീവിക്കാൻ അറിയില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ നമുക്ക് സ്വാതന്ത്ര്യം വേണം താനും. ഇതെങ്ങനെ വിനിയോഗിക്കണമെന്ന് നമുക്ക് അറിയത്തുമില്ല. ഇതെന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ ഒരു ഗുണവുമില്ലാത്തവനായി? ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള ആൺപിള്ളേരെയാണ്, പെൺപിള്ളേരല്ല. ഇനി ഞാൻ പറയുന്ന ഒരു 2 മിനിറ്റ് ആൺപിള്ളേർ മാത്രം കേട്ടാൽ മതി, രഹസ്യമാണ്. ഇന്ന് ആൺപിള്ളേരെ മിക്കവാറും റോഡിൽ കഥയും പറഞ്ഞ് കൂട്ടുകാരുടെ കൂട്ടും കൂടി മൊബൈൽ ഫോണും അതും ഇതുമായിട്ട് ചുറ്റി നടക്കുകയും ഉഴപ്പി നടക്കുകയും അതൊരു പുരുഷത്വത്തിൻ്റെ ഭാഗമായി കണ്ട് ഇടയ്ക്കൊരു കഞ്ചാവ്. നിങ്ങൾക്കറിയാം, ഈ കഞ്ചാവ് അടിക്കുന്നവരിൽ ഒരു ചെറിയ പെർസെൻറ്റേജിന് ഒന്നും സംഭവിക്കില്ല. എന്നാൽ വേറെ ഒരു വലിയ പെർസെൻറ്റേജിൻ്റെ തലയിൽ പെർമനൻറ്റ് ഡാമേജ് ഉണ്ടാവും. ഈ പെർമനൻറ്റ് ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് വീടിനും നാടിനും കൊള്ളാത്ത ആൾക്കാരായിട്ട് മാറുക ചെയ്യുന്നത്. അങ്ങനെ ആയി എക്സാമിനേഷൻ പാസ്സാകുന്ന മുഴുവൻ പെൺപിള്ളേരെ. ഫാമിലിയിൽ 2 പേര് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ ശമ്പളം. നിങ്ങൾ വിദേശത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ആലോചിച്ച് നോക്കി, മിക്കവാറും ഭാര്യമാർക്കാണ് ഭർത്താവിനേക്കാൾ കൂടുതൽ ശമ്പളം. റാങ്ക് കിട്ടുന്ന പെൺപിള്ളേർക്ക്, പഠിക്കുന്ന പെൺപിള്ളേർ, ജോലി കിട്ടുന്ന പെൺപിള്ളേർക്ക് അവസാനം ഒരു 5-10 വർഷം കഴിയുമ്പോൾ മനോരമയിൽ വരുന്ന പരസ്യം എങ്ങനെയായിരിക്കും? കുടുംബം നോക്കാനും കുക്ക് ചെയ്യാനും കുഞ്ഞുങ്ങളെ വളർത്താനും സ്കില്ലുള്ള ആൺകുട്ടികളിൽ നിന്നും വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു. അതും വേണ്ടി വരികയില്ല. കാരണം അപ്പോഴേക്ക് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനുള്ള മെഷീൻ വരെ കണ്ടുപിടിക്കും. പിന്നെ പെൺപിള്ളേർ വിചാരിക്കും, എന്തിനാണ് ഒരുത്തനെ കെട്ടി അവന് കീഴടങ്ങി അവൻ പറയുന്ന എല്ലാം കേട്ടോണ്ട് ജീവിക്കുന്നത്? അത് എന്താ പറയുന്നത്, ടെസ്റ്റ് ട്യൂബിൽ വേണമെങ്കിലും കുഞ്ഞുണ്ടാവും. നമ്മുടെ കാര്യം പോക്കാണെന്ന് ഓർത്തോണം. അടുത്ത തലമുറയിൽ പുരുഷന്മാരെ തന്നെ വേണ്ടാത്തൊരു സമൂഹത്തിലേക്കാണ് ഈ ആൺപിള്ളേരെ നിങ്ങൾ വളർന്നു വരുന്നതെന്ന് മനസ്സിലാക്കിക്കോ. പെണ്ണ് കെട്ടാൻ കുറച്ച് പാടുപെടും. തന്നെയുമല്ല ഇന്ന് ഒരു പെൺകുട്ടിക്ക് വിവാഹം ആലോചിച്ച് ചെന്ന് കഴിഞ്ഞാൽ നേരെ ചൊവ്വേ ജീവിക്കുന്ന ഒരു ആൺകുട്ടിയെ കാണാനില്ല, വളരെ കുറവാ. ഇതെല്ലാം ഭയങ്കര ക്രൈസിസിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൺപിള്ളേർ കുറച്ച് പേടിയായോ? ഇപ്പം ഞാൻ ആരുടെ സൈഡിൽ നിന്നാണ് സംസാരിക്കുന്നത്? ഓക്കെ. അപ്പോൾ ഈ ലോകം ഇങ്ങനെ സ്ലിപ്പാകുന്നതിനൊരു കാരണമുണ്ട്. അതിൻ്റെ കാരണം ആത്മീകമാണ്. അന്ത്യകാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അന്ത്യകാലത്ത് എതിർ ക്രിസ്തുവിൻ്റെ മർമ്മം വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഇടയിൽ പ്രകടമാകും എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഏദൻ തോട്ടത്തിൽ വെച്ച് ആദമിനോടും ഹവ്വയോടും സാത്താൻ പറയുന്നത്, നിങ്ങൾ ദൈവത്തെ വിളിക്കുന്നത് നിർത്തിയിട്ട് ഞാനും ഒരു ദൈവം പോലെയുള്ള ഒരാളാണ്, നീ എന്നെ വേണേ വിളിച്ചോളാനല്ല പറയുന്നത്. മനുഷ്യനോട് പറയുന്നത്, നീ ഈ പഴം കഴിച്ചിട്ട് നീ ദൈവത്തെ പോലെ ആകാനാ പറയുന്നത്. ശരിക്കും സാത്താനല്ല ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു. പെന്തക്കോസുകാർ കൊടുക്കുന്ന കുറച്ച് ശക്തി മാത്രമേ സാത്താനുള്ളൂ. പെന്തക്കോസിലെ പാസ്റ്റർമാരിടയ്ക്ക് വന്നിട്ട് പറയും, ഭയങ്കര പോരാട്ടമാണ്, എന്താ ഒരു വിടുതലില്ല, ഇവിടെ ഒരു പോരാട്ടം അഴിയണമെങ്കിൽ ഒരാഴ്ച ഉപവാസം ഇരിക്കണം. അപ്പൊ കർത്താവ് എന്ത് ചെയ്തോണ്ടിരിക്കുക? അവിടെ പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകം പറഞ്ഞിരിക്കുന്നത്, ബലവും ബഹുമാനവും ശക്തിയും മഹത്വവും സ്വീകരിപ്പാൻ കുഞ്ഞാട് മാത്രമാണ് യോഗ്യൻ. അതിനിടയിൽ കുറച്ച് ശക്തി ഇവന് കൊടുത്താൽ ഇവൻ നമ്മുടെ അടുത്ത് മാറൂ. അപ്പൊ ഈ സാത്താന് ശക്തി ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുന്നറിയോ? ഒരു വർഷിപ്പ്. അത് ദൈവം സർവശക്തനായ ദൈവം എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ സാത്താനെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ശക്തി കൊടുത്തുകൊണ്ടിരിക്കുക. ശക്തി അവന് കൊടുക്കരുത്, ശക്തി ദൈവത്തിന് മാത്രമേ കൊടുക്കാവുള്ളൂ.
സാത്താൻ കുട്ടിച്ചാത്തന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും, എടാ എനിക്കിപ്പോൾ ഭയങ്കര ശക്തിയാണ്. അപ്പം നിനക്കെങ്ങനെ മനസ്സിലായി? പെന്തക്കോസിലെ പാസ്റ്റർമാർ പറയുന്നു എനിക്ക് ഭയങ്കര ശക്തിയാണ്. അപ്പോൾ മറ്റൊരാടെ നിന്റെ തല നോക്ക്, ക്രൂശിൽ കർത്താവ് ചതച്ചിട്ടിരിക്കുക. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവന്മാരുടെ ജീവിതത്തിൽ എല്ലാ പണികളും ഞാനാ ഒപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ സാത്താന് ദൈവത്തിനെതിരെ നിൽക്കാനുള്ള കഴിവൊന്നുമില്ല. ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞാൽ സാത്താൻ അങ്ങോട്ടില്ല, പോടാന്ന് പറഞ്ഞാൽ ഓടും. പത്രോസിനെ പരീക്ഷിക്കാൻ വേണ്ടി സാത്താൻ കർത്താവിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കും, ഞാൻ അവനെ ഒന്ന് പാറ്റിക്കോട്ടെ. അപ്പൊ കർത്താവ് പറഞ്ഞു, എങ്ങനെ പാറ്റിക്കോ അതും കുഴപ്പമില്ല, പക്ഷെ വിശ്വാസത്തെ തൊട്ടേക്കരുത്. അപ്പൊ നമ്മുടെ തലയിൽ നിന്ന് ഒരു തലമുടിനാര് താഴെ വീഴണമെങ്കിൽ ഈ സാത്താന് പോയി ആരുടെ പെർമിഷൻ വാങ്ങിക്കണം? ദൈവത്തിന്റെ പെർമിഷൻ വേണം. ഈ ലോകത്തിലെ മലയും കടലും തിരമാലയും കാറ്റും എല്ലാം ദൈവത്തെ അനുസരിക്കും. സാത്താനും ദൂതന്മാരും എല്ലാം അനുസരിക്കും. കർത്താവിനെ അനുസരിക്കാത്ത ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് മനുഷ്യനാണ്. ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പം ഇപ്പൊ സൗകര്യമില്ല എന്ന് പറയാൻ മനുഷ്യനെ കൊണ്ടല്ലാതെ ആരെ കൊണ്ടും സാധ്യമല്ല. വേറൊരു സൃഷ്ടിക്കും ദൈവത്തിന്റെ കൽപ്പനയെ എതിർക്കാൻ സാധിക്കില്ല. അത് സാത്താൻ അറിയാം. ഇത് ശരിക്കും ദൈവത്തിന്റെ സ്വരൂപത്തിലും സദൃശത്തിലും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് സാത്താൻ എന്ത് ചെയ്യുന്നു? നമ്മളെ തന്ത്രപൂർവം ദൈവത്തിനെതിരെ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് മൃഗത്തിന്റെ സംഖ്യ ബുദ്ധിയുള്ളവൻ ഗണിക്കട്ടെ, അതൊരു അത് നിങ്ങൾ ബൈബിൾ വായിക്കുന്നത് പെന്തക്കോസ്തവയല്ലേ, ഇത് IPC അല്ലേ? എതിർ ക്രിസ്തുവിനെ കുറിച്ച് അറിയാൻ മേലെ, കർത്താവിനെ കുറിച്ച് അറിയാൻ മേലെങ്കിൽ പോലും എതിർ ക്രിസ്തുവിനെ കുറിച്ച് അറിയാമായിരിക്കും. കാരണം നമ്മൾ എപ്പോഴും അന്ത്യകാല സംഭവങ്ങൾ കേൾക്കുന്നത്. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്രേ? ആ സംഖ്യ 666. അപ്പൊ ഈ ബുദ്ധിയുള്ളവരെല്ലാം എന്ത് ഗണിച്ചോണം? ഈ മൃഗമായിട്ട് വരുന്നത് ശരിക്കും ആരാ? മനുഷ്യൻ തന്നെയാ. മനുഷ്യനാണ്. അതായത് മനുഷ്യത്വം വളർന്നാണ് ദൈവത്തിനെതിരെയുള്ള ഒരു റിബല്യൻ ഉണ്ടാക്കുന്നത്. ഇനി അതിനേക്കാളും വലിയൊരു സംഭവമുണ്ട്. പത്രോസ് ഒരു ദിവസം കർത്താവിനോട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ് പറഞ്ഞു, ബറയോന ശീമോനെ, നീ ഭാഗ്യവാൻ, നിനക്ക് ജഡരക്തങ്ങളല്ല വെളിപ്പെടുത്തി തന്നത് എൻ്റെ പിതാവാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പം കർത്താവ് യെരൂശലേമിലേക്ക് പോകുന്ന വഴിക്ക് കർത്താവ് പറഞ്ഞു, എന്നെ ജാതികളുടെ ഏൽപ്പിക്കുക, അവർ മനുഷ്യപുത്രനെ കൊല്ലുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, നിനക്കിതൊരിക്കലും സംഭവിക്കരുത്. അപ്പൊ കർത്താവ് എന്താ പറഞ്ഞു? സാത്താനെ എന്നെ വിട്ടുപോ. പറ ബൈബിള് ഒന്നും അറിയത്തില്ലേ? എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിനുള്ളതല്ല മനുഷ്യർക്കുള്ളതത്രേ കരുതുന്നത്. അപ്പൊ സാത്താനായത് എങ്ങനെയാ പത്രോസ്? എങ്ങനെയാ സാത്താൻ വർഷിപ്പിന് പോയിട്ടാണോ പത്രോസ് സാത്താനായത്? എങ്ങനെയാ സാത്താനായത്? മനുഷ്യർക്കുള്ളത് കരുതി, അത്രയേ ഉള്ളൂ. ഇനി ഈ വളർന്നു വരുന്ന ഹ്യൂമാനിറ്റി, അതായത് ഈ ആധുനിക കാലത്ത് വളർന്നു വരുന്ന സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായ മനുഷ്യത്വം എങ്ങനെയാണ് ദൈവത്തിനെതിരെ വരുന്നതെന്നും നമ്മുടെ പിള്ളേരെ എങ്ങനെയാണ് ഇത് വിഴുങ്ങുന്നതെന്നും നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പൊ ഏറ്റവും വലിയ ശത്രു ആരാന്നാ പറഞ്ഞ? ആരാണ്? മനുഷ്യത്വം, ഹ്യൂമാനിറ്റി, ഹ്യൂമൻ ഫ്രീഡം. ഒരു മനുഷ്യന് ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. പിന്നെ എൻ്റെ രസത്തിനും സുഖത്തിനും തടസ്സമാകുന്നുണ്ടെങ്കിൽ ഒരാളെ വേണ്ട എന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യം. ഒരു കുഞ്ഞു വയറ്റിലുണ്ടാകുമ്പോൾ ആ കുഞ്ഞു വളർന്നു വന്നാൽ എൻ്റെ കംഫർട്ടിനും സാമ്പത്തിക ലാഭത്തിനും നഷ്ടമാകുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കൊന്നുകളയാനുള്ള സ്വാതന്ത്ര്യം. മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ്. അപ്പൊ സ്ത്രീ വിമോചനക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയുടെ ശരീരം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് സ്ത്രീ തീരുമാനിക്കും. കൊല്ലണമെങ്കിൽ കൊല്ലാം. ഇനി നമ്മുടെ അമേരിക്കയിലൊക്കെ പണ്ട്, നമ്മുടെ അമേരിക്ക എന്ന് പറഞ്ഞ് വേറൊരു കാര്യം പറയാൻ തുടങ്ങിയ, നമ്മുടെ അമേരിക്ക ഒന്നുമല്ല, നമ്മൾ അമേരിക്കയിലോട്ടോ ഇംഗ്ലണ്ടിലോട്ടോ ഒക്കെ ആൾക്കാർ പോകുന്ന സമയത്ത്
അന്ന് ഈ അപ്പനമ്മമാരെ ഇവിടെ നാട്ടുകാർ പേടിപ്പിക്കുന്ന എങ്ങനെയാണെന്നറിയോ? കണ്ടോ നിന്റെ മോൻ അവിടെ പോയി ഒരു മദാമയും കെട്ടിക്കൊണ്ട് വരും, ഓർമ്മയുണ്ടത്? ഇന്നാണെ വല്ല മദാമയും കിട്ടുമോന്നായിരിക്കും അവർ ആലോചിക്കുന്നത്. അന്ന് അങ്ങനെ ഒരു പേടിയായിരുന്നു. ഈ ആഷ് ബുഷ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു വകയും മനസ്സിലാവില്ല. അപ്പോൾ അമ്മായിമ്മയ്ക്ക് പോരെടുക്കാനും പറ്റില്ല. അപ്പോൾ വെളുത്ത മറ്റേ മദാമ വന്നു കഴിഞ്ഞാൽ അമ്മായിമ്മയ്ക്ക് സമാധാനമായിട്ട് പോരെടുക്കാൻ പോലും പറ്റാത്ത ഒരാളെ വിളിച്ചുകൊണ്ടിരുന്നൊരു പേടിയായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ പറയും, ഇപ്പം അതല്ല പേടി, ഇവനൊരു പെൺകുട്ടിയെ തന്നെ കെട്ടിക്കൊണ്ട് വരുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പേടിയെന്ന്. എന്ന് പറഞ്ഞാൽ അവിടെ അതാ സംഭവം. ചെന്ന് വീട്ടിലോട്ടെന്ന് പറയാണ്, ദിസ് ഈസ് മൈ പാർട്ട്ണർ. നാട് വിട്ടു പോയാൽ പോരെ? പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. സ്വാതന്ത്ര്യം. അപ്പം നിങ്ങൾ വിചാരിക്കും അമേരിക്കയിലെ കാര്യമല്ലേ പറയുന്നത്. ഇനി ഞാൻ നമ്മുടെ ഈ എറണാകുളത്തെ കാര്യം പറയാം, ഞങ്ങൾക്ക് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഉള്ള കാര്യം. അതായത് അവിടെ കാത്തലിക്സിൻ്റെ ഒരു കോളേജിൽ, ലേഡീസ് മാത്രം പഠിക്കുന്ന ഒരു കോളേജിൽ ഞങ്ങളുടെ ഒരു മോള് അവിടെ പഠിക്കുന്നുണ്ട്. അവിടെ ഈ ദിശ എന്നോ മറ്റോ പേരുള്ള ഒരു ജെൻഡർ ഇക്വാലിറ്റി, ജെൻഡർ ന്യൂട്രാലിറ്റി എന്തോ ഒരു ഫോറം ഉണ്ട്. ഇവർ വന്ന് ഇടയ്ക്കിടയ്ക്ക് സെമിനാർ എടുക്കും. അവിടുത്തെ ചില പ്രൊഫസർമാർ ഈ ദിശ പ്രവർത്തകരാണ്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു സ്ത്രീ ആയിട്ട് ജനിച്ചു എന്ന് വിചാരിച്ച് സ്ത്രീ ആയിട്ട് ജീവിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ത്രീയെ തന്നെ കല്യാണം കഴിച്ച് പുരുഷനായിട്ട് ജീവിക്കാം. നിങ്ങളെ ആരാണ് തടയുന്നത്? പിള്ളേരുടെ ചോദിക്കുന്നതാണ്. അതായത് 17-18 വയസ്സുള്ള പിള്ളേർ. നീ ഒരു പുരുഷനാണോ സ്ത്രീയാണോ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് നീ തന്നെയാണ്. അത് തീരുമാനിക്കാൻ വേറെ ആർക്കും അധികാരമില്ല. ഇങ്ങനെ ഒരു സെമിനാറായി, 2 സെമിനാറായി, 3 സെമിനാറായി കഴിഞ്ഞപ്പം നമ്മുടെ ആ മോൾ എഴുന്നേറ്റെന്ന് ചോദിച്ചു, മിസ്സേ, ഞങ്ങളുടെ സൈഡ്, ഞാൻ വിശ്വസിക്കുന്ന ഒരു സ്ത്രീയും പുരുഷനും പ്രകൃതിയുടെ തന്നെ നാച്ചുറൽ സെലക്ഷന്റെ ഭാഗമാണ്. ഒരു സ്ത്രീയും പുരുഷനുമുള്ള വിവാഹത്തിലൂടെയാണ്, ബന്ധത്തിലൂടെയാണ് കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. പ്രകൃതി നിലനിന്ന് പോകുന്നത്, ഈ മനുഷ്യരാശി നിലനിന്ന് പോകുന്നത്. ആ ഒരു വശം പറയാൻ എന്തുകൊണ്ടാണ് ഒരു സെമിനാർ ഇല്ലാത്തത്, അതിനുള്ള അവസരം ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. പുള്ളിക്കാരി ദൈവത്തിൻ്റെ കാര്യവും വിശ്വാസത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. ഉടനെ ടീച്ചർ പറയാം, നിന്നെ ഏതോ മതത്തിൻ്റെ ആൾക്കാർ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ടീച്ചർ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഈ പിള്ളേരെല്ലാം കൂടെ ഹന്നോ ഒരു ചിരി. കാരണം അവരെ ടീച്ചേഴ്സിനെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന പിള്ളേരെ മുഴുവൻ വഴി തെറ്റിച്ച് കൊണ്ടുപോവുക. അതിൻ്റെ കാരണം എന്താണ്? അവിടെ ബോയ്സ് ഇല്ല, ഗേൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദേ ആർ എൻകറേജിങ് ഇന്റർമിംഗ്ലിംഗ് വിത്ത് ഗേൾസ്. ആ സമയത്ത് ഒരു പുരുഷനുമായിട്ട് സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞാൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും. 2 പെൺപിള്ളേർ സംസാരിച്ചാൽ നോ പ്രോബ്ലം, 2 ആൺപിള്ളേർ സംസാരിച്ചാൽ നോ പ്രോബ്ലം. ദേ ആർ എക്സസൈസിങ് ദാറ്റ് സെക്ഷൽ ഫ്രീഡം ഇൻ ദ സെയിം സെക്സ്. സ്വാതന്ത്ര്യം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്താൽ ദൈവം ഏതെല്ലാം കൽപ്പനകൾ അവനോട് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അവൻ തെരഞ്ഞെടുത്ത് ലംഘിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം മനുഷ്യനാണ് ദൈവത്തിൻ്റെ ശത്രു. ഈ ശത്രുത്വത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് ജനിക്കുന്നത്. സുഖം അന്വേഷിക്കുന്ന, നമ്മുടെ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, കാമുകിയായിരിക്കുന്നവൾ ജീവിച്ചിരിക്കുമ്പോഴേ ചത്തവളാണ്. പക്ഷെ അത് ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. വൺ ഹു സീക്സ് പ്ലഷർ, രസം അന്വേഷിക്കുന്നവർ, എൻജോയ്മെന്റ് അന്വേഷിക്കുന്നവർ ജീവിച്ചിരിക്കുമ്പോഴേ ചത്തതാണെന്നാണ്. നമ്മൾ എൻജോയ്മെന്റ് വല്ലാതെ അന്വേഷിക്കുന്ന ഒരു സമൂഹമാണ്. ഇപ്പൊ പ്രസംഗം നിങ്ങൾ കേട്ട് 2 മണിക്കൂർ ഇരിക്കണമെങ്കിൽ നല്ല എൻജോയ്മെന്റ് വേണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്തെങ്കിലും തട്ടി വിടണം. ആ എൻജോയ്മെന്റ് ഇല്ലെങ്കിൽ നമ്മൾ, വർഷിപ്പ് എന്ന് പറയുന്നതും എൻജോയ്മെന്റ് ഇല്ലെങ്കിൽ, പാട്ട് ശരിയല്ലെങ്കിൽ നമ്മളില്ല. ഇപ്പൊ പഴയ അപ്പച്ചന്മാർക്ക് അമ്മച്ചമാർക്കൊന്നും പാടാൻ വയ്യാത്ത അവസ്ഥയാണ്. കാരണം അവർ പാടി ആരും കേൾക്കുകയില്ല. ഈ മൈക്കിന്റെ ശബ്ദം കാരണം ഞാൻ പാടിയ എനിക്ക് തന്നെ കേൾക്കാൻ മേല. അപ്പൊ ഇന്ന് സ്തോത്രം ചെയ്യുന്നതെല്ലാം സ്റ്റേജിലേക്ക് മാറി. സഭയ്ക്കകത്ത് എന്റർടൈൻമെന്റ് ആയതുകൊണ്ട് നല്ലപോലെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്നവർ മാത്രമേ വർഷിപ്പ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം അവർ ചാടാൻ പറയുമ്പോൾ ചാടുന്നു, ഓടാൻ പറയുമ്പോൾ ഓടുന്നു, അല്ലാതെ അകത്തുനിന്നൊന്നും വരുന്നില്ല. ഞാനിപ്പം എക്സലുകാരുടെ കാര്യം അല്ല കേട്ടോ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഹൃദയത്തിൽ നിന്ന് നമ്മുടെ തകർന്ന ശബ്ദത്തിൽ, പരപരാ ശബ്ദത്തിലൊന്നും കർത്താവിനെ സ്തുതിച്ച് ആർക്കും വേണ്ട. അതൊരു എൻജോയ്മെന്റ് അല്ല. പണ്ടൊക്കെ എല്ലാവരുടെ പാടി കൈയടിച്ച് സ്തോത്രം ചെയ്യുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഈ എൻജോയ്മെന്റിന്റെ ആ കോഷ്യന്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഇതെല്ലാം ഇൻസ്ട്രുമെന്റ് വൽക്കരിച്ചു. അവിടെ രസമാണ്. പ്രസംഗത്തിനകത്ത് രസം വേണം, വർഷിപ്പിനകത്ത് രസം വേണം. പിന്നെ പ്രവചിക്കാൻ വന്നാൽ
നമ്മളെ ഗുണം ഉയർത്തി പറഞ്ഞ് പ്രവചിക്കണം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് ചോദിച്ചാൽ ഒരു പ്രവചനം പറയുന്നത് മുഴുവൻ തെറ്റാണ്, പക്ഷേ ഒരു കാര്യം കറക്റ്റായിരുന്നു. ഞാൻ എന്താ, ഞാൻ രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം പുള്ളി പറഞ്ഞു. ഞാൻ പറഞ്ഞത് എല്ലാവരെയും കുറിച്ചും പറയുന്നതെന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാത്ത ആൾക്കാർ അതിനെതിരൊന്നും പറയാറില്ല, ഏതായാലും പ്രാർത്ഥിക്കാറില്ല. പാസ്റ്ററൊക്കെ അറിഞ്ഞോട്ടെ പ്രാർത്ഥിക്കുന്ന ആളാണ്, നീ പ്രവചനം പറയുമ്പോഴല്ലേ അറിയുന്നത്. എനിക്കാണെങ്കിൽ പറയാൻ പറ്റുമോ ഞാൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചെന്ന്? മോശമല്ലേ? അപ്പോൾ വേറെ ഒന്ന് രാത്രി മുഴുവൻ നീ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചെന്ന് പറയുമ്പോൾ നമുക്കതൊരു രസമാണല്ലോ. ആരെങ്കിലും പറയോ ഞാൻ പ്രാർത്ഥിക്കാറൊന്നുമില്ലെന്ന്? ആരും പറയല്ല, കിടക്കട്ടെന്ന് വിചാരിക്കും. അപ്പോൾ കൂടെ കിടക്കുന്ന ആൾ വരെ വിചാരിക്കും ചിലപ്പം ഞാൻ അറിയാതെ രാത്രി എങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് നമ്മളെ രസിപ്പിക്കാത്ത ഒരുത്തനെ നമുക്ക് വേണ്ട. അതാണ് മനുഷ്യന്റെ ഫിലോസഫി. റിലീജിയൻ അത് തന്നെയാണ്. ദൈവത്തെ നമ്മൾ വിളിക്കണമെങ്കിൽ ആ ദൈവം നമ്മളെ രസിപ്പിച്ചുകൊണ്ടിരിക്കണം. എന്ത് ചെയ്യുമെന്ന് ആഹാരം കഴിക്കണം. ഒരു ഫുഡ് നമ്മൾ വായിൽ വെച്ചാൽ വെറും 2 സെക്കൻഡാണ് അത് ആ നാക്കിലിരിക്കുന്നത്. അത് കഴിയുമ്പോഴേക്കും അത് വിഴുങ്ങും, പിന്നെ ഒരു ടേസ്റ്റും അറിയാനുമില്ല. ഈ 2 സെക്കൻഡിന് വേണ്ടി രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനിച്ചുണ്ടാക്കി ഈ ഹോട്ടൽ പോരാ ആ ഹോട്ടൽ മതി. ഒന്ന് ആലോചിക്കുക, എന്തെങ്കിലും കഴിച്ചിട്ട് ചുരുണ്ട് കിടന്നാൽ പോരെ? ഈ കഴിച്ചതിൻ്റെ ടേസ്റ്റ് വല്ല 2 മണിക്കൂർ കഴിഞ്ഞ് ആരെങ്കിലും ഓർക്കുമോ? പക്ഷെ എൻജോയ്മെന്റ് കൊണ്ട് നമ്മളൊരു പ്രപഞ്ചത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അതിനെയാണെന്ന് വേദപുസ്തകം മരണം എന്ന് പറയുന്നത്. മരണത്തിന്റെ പ്രമാണം ഈസ് എ പ്രമാണം ഓഫ് എൻജോയ്മെന്റ്. ഈ രസത്തിനകത്ത് ഒരാൾക്ക് ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ അവൻ ദൈവത്തിന്റെ ശത്രുവായിട്ട് മാത്രമേ വരുള്ളൂ. അങ്ങനെ ഒരു ശത്രുത്വമാണ് ഇന്ന് ലോകം മുഴുവൻ വ്യാപരിച്ചിരിക്കുന്ന ദൈവത്തിനെതിരെയുള്ളൊരു ശത്രുത്വം. ഇന്ന് ക്രിസ്തുവിനെ വേണമെന്ന് പറയുന്ന ആൾക്കാരില്ല, സഭയ്ക്കകത്തുമില്ല പുറത്തുമില്ല. പണ്ടൊക്കെ സുവിശേഷം പറയുമ്പം അവർ ഏറ്റവും നല്ല മനുഷ്യരാണ് സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ക്രിസ്ത്യൻ ഹ്യൂമാനിറ്റി, ക്രൈസ്തവ മാനവികത എന്ന് പറയുന്നതാണ് പെർഫെക്റ്റ് മാനവികത. ഞാനത് എന്താണെന്ന് വിശദീകരിക്കാം. ഞാനൊരു സെമി നിരീശ്വരവാദി ആയിരുന്ന ഒരാളാണ്. ശാസ്ത്രമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം, ഫിലോസഫി ഓഫ് സയൻസ്. ഞാൻ അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെയാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഞാൻ വളരെയധികം വായിക്കുന്ന ഒരാളായിരുന്നു. 94 ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്, ഫിസിക്സ് ആയിരുന്നു എൻ്റെ വിഷയം. 2ാം വർഷം പഠിക്കുന്ന സമയത്താണ്, ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഞാൻ രക്ഷാനിർണയം പ്രാപിക്കുന്നത്. ഞാൻ രക്ഷാനുഭവത്തിലേക്ക് വരുന്നതിനകത്ത് ഈ ഒരു ക്രിസ്ത്യൻ ഹ്യൂമാനിറ്റിയുടെ ആ പെർഫെക്ഷനാണ് എന്നെ ആകർഷിച്ചത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. എന്താണ് ക്രിസ്ത്യൻ വേൾഡ് വ്യൂ? ഒരു ക്രിസ്ത്യാനി എങ്ങനെയാണ് ലോകത്തെ കാണേണ്ടത്? ഒരു ക്രിസ്ത്യാനിയുടെ ലോകം എങ്ങനെ ഇരിക്കും? എന്താണ് മറ്റു ലോകത്തിലുള്ള എല്ലാ വ്യവസ്ഥകളിൽ നിന്നും ഇതിനുള്ള യുണീക്ക്നെസ് എന്താണ്? ഏത് വിശ്വാസത്തിലേക്കാണ് നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്? ആ ഒരു ഐഡന്റിറ്റി നമുക്കുണ്ടെങ്കിലേ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ധൈര്യമായിട്ട് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ദൈവമുണ്ടോ ഇല്ലയോ എന്നൊന്നും നിശ്ചയമില്ലാത്തൊരു കാലഘട്ടം, അന്വേഷണ കാലഘട്ടം. എൻ്റെ മാതാപിതാക്കളെല്ലാം ഓർത്തഡോക്സ് പള്ളിയിൽ പോകുന്നു. അവർക്ക് ദൈവം ഉണ്ടോയെന്ന് അവർക്ക് അറിയത്തില്ലെങ്കിൽ ഓർത്തഡോക്സ് പള്ളി ഉണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ കൃത്യമായിട്ട് പോകുന്നു. നിങ്ങൾ കത്തോലിക്കരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബൈബിൾ ഉണ്ടോ, അതൊക്കെ എഴുതിയതാണ്, ആരെഴുതിയതാണെന്നൊക്കെ സംശയമാണെങ്കിലും കന്യാമറി ഉണ്ടെന്ന് അവർക്കറിയാം, അച്ഛന്മാരുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് ആ സാധനം അങ്ങോട്ട് പോകുന്നു. കർത്താവ് ഉണ്ടോ എന്ന് അവർക്ക് വലിയ നിശ്ചയം ഇല്ല താനും. ശ്രദ്ധിച്ചാൽ അറിയാം, മനസ്സിലാവും. ഇതൊക്കെ ആരെഴുതി വെച്ചാന്ന് അവർ ചോദിക്കും. പക്ഷേ കന്യാമറിയമും ഉണ്ട്, അച്ഛന്മാരുള്ളതുകൊണ്ട് അവർ ഇങ്ങനെയുള്ളൊരു ഫെയ്ത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഫിസിക്സിൻ്റെ ഒരു കോൺഫറൻസിൽ ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഞാൻ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത്. അത് വേറൊരു കോളേജിലായിരുന്നു. അപ്പോൾ ഞങ്ങളെ അവിടെ നിന്ന് ഡെലിഗേറ്റ്സ് ആയിട്ട് വിട്ടത്. അപ്പം ഞാൻ അവിടെ പോയിരിക്കുമ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് IIT വന്നൊരു പ്രൊഫസറാണോ അതോ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന VP ജോയ്, അദ്ദേഹം അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരിൽ ആരോ ഒരാൾ പ്രസംഗിച്ചത്, ആരാന്ന് എനിക്ക് ശരിക്കും ഓർക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണ് പ്രസംഗിച്ചത്. ദൈവം പറഞ്ഞു, അത് ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞല്ല, ഒരു ഇല്ലസ്ട്രേഷൻ ആയിട്ട് പറഞ്ഞ. ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ. ഐസക് ന്യൂട്ടൺ ഉണ്ടായി. പുള്ളി പറഞ്ഞ അതുവരെ നമ്മളിൽ ഇരുട്ടിലായിരുന്ന ഒത്തിരി കാര്യങ്ങൾ ന്യൂട്ടൺ പറഞ്ഞു തന്നു. എന്തുകൊണ്ടാണ് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തള്ളിയാൽ, അന്ന് വണ്ടിയില്ല, നമ്മൾ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ വണ്ടി മുമ്പോട്ട് പോകാത്തത്? നമ്മൾ കൈകൊണ്ട് മുമ്പോട്ട് തള്ളുമ്പോൾ നമ്മുടെ ശരീരം കൊണ്ട് പുറകോട്ട് തള്ളും. അതുകൊണ്ടാണ് പോകാത്തത്. അത് തുല്യവും വിപരീതവുമാണ്. ഇറ്റ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, ഈ 2 ഫോഴ്സസ്. അതുകൊണ്ടാണ് പോകാത്തത്. അതുപോലെ വണ്ടി ബ്രേക്ക് ഇടുമ്പോൾ നമ്മളെല്ലാവരും മുമ്പോട്ട് ആഞ്ഞു പോകുന്നതിൻ്റെ കാരണം വണ്ടി നിർത്തിയ കാര്യം ശരീരം അറിയാതെ ആ യാത്ര തുടർന്നു പോകാൻ ശരീരം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. ഇതാണ് ന്യൂട്ടൻ്റെ 1ാമത്തെ നിയമം. ഇതെല്ലാം പിന്നെ ആപ്പിൾ മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്നതിൻ്റെ കാരണം, നമ്മൾ മാങ്ങ എന്ന് പറഞ്ഞാൽ നമുക്ക് മാങ്ങയുള്ള ആപ്പിളൊന്നും ഇവിടെയെങ്കിലും ഇല്ല, ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, താഴോട്ട് വീഴാനുള്ള കാരണം ഭൂമി അതിനെ പിടിച്ചു വലിക്കുന്നത് കൊണ്ടാണ്. വളരെ ലളിതമല്ലേ ഇതൊക്കെ? നമ്മളെല്ലാം ഡെയിലി ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളാണ്.
അതുപോലെ ഈ ഭൂമി സൂര്യനിലോട്ട് കറങ്ങി കറങ്ങി ഭൂമി സൂര്യനിലോട്ട് ചെന്ന് വീഴാത്തതിൻ്റെ കാരണം നമ്മളൊരു കയറിനറ്റത്ത് ഇങ്ങനെ കെട്ടി ഒരു കല്ല് കറക്കുകയാണെങ്കിൽ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു ഫോഴ്സ് ഇതിനകത്ത് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ ആണോ? നമുക്കിതെല്ലാം വളരെ ലളിതമായ കാര്യങ്ങളാണ്. അങ്ങനെ മനുഷ്യൻ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളെല്ലാം കണ്ടുപിടിച്ച ഗമയിലായി മാറി ഈ ന്യൂട്ടന് ശേഷം. അതിനുശേഷമാണ് ലോകത്ത് നിരീശ്വരവാദം, പരിണാമവാദം, ഇങ്ങനെയുള്ള ദൈവത്തിനെതിരെയുള്ള ഫിലോസഫീസ് ഉണ്ടാകുന്ന മുഴുവൻ ന്യൂട്ടന് ശേഷമാണ്. അതുകൊണ്ട് കുറെ ഗുണങ്ങളുണ്ടായിട്ടോ. കത്തോലിക്ക സഭ എന്നൊക്കെ ഈ നവീകരണ സഭകൾ ഉണ്ടാകാൻ കാരണം ഈ എൻക്വയറിയാണ്. ബൈബിൾ എടുത്ത ആൾക്കാർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതുവരെ ചോദ്യം ചെയ്യത്തില്ലായിരുന്നു. ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ബൈബിൾ എഴുതിയിരിക്കുന്നല്ലോ സഭയിൽ നടക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ബൈബിൾ അനുസരിച്ച് ജീവിക്കണം തോന്നിയതിനു ശേഷമാണ്. അപ്പം ആളുകൾ സ്വതന്ത്രരായി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി. കുറേ ആളുകൾ നിരീശ്വരവാദികളായി, കുറേ ആളുകൾ പരിണാമവാദം സ്വീകരിച്ചു. ഇങ്ങനെ ദൈവത്തിനെതിരെയുള്ളൊരു ഫിലോസഫി ലോകം മുഴുവൻ വളർന്നു വന്നപ്പോൾ ഇദ്ദേഹം പറയാണ്, ഈ സാറ് പ്രസംഗിക്കാം, ദൈവം പറഞ്ഞു അന്ധകാരം ഉണ്ടാകട്ടെ. ഉടനെ ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ടായി. പുള്ളി പറഞ്ഞു, ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു ഐസക് ന്യൂട്ടൻ പറഞ്ഞു ഒന്നുമല്ല, ശരിയൊന്നുമല്ല. ഭൂമി ഒന്നിനെയും പിടിച്ച് വലിക്കുന്നില്ല, സൂര്യൻ ഭൂമിയെയും പിടിച്ച് വലിക്കുന്നില്ല. ഇപ്പോഴും നിങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ സൂര്യൻ പിടിച്ച് വലിക്കുന്നതൊക്കെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. പക്ഷെ അതൊന്നും ശരിയല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിനകത്തൊരു കല്ലിടുമ്പോൾ അതിന് ചുറ്റും ഓളങ്ങൾ ഉണ്ടാകുന്ന പോലെ ഈ സ്പേസിനകത്തൊരു മാസ് വന്ന് വീഴുമ്പം അതിന് ചുറ്റും ഉണ്ടാകുന്ന ഓളങ്ങളെ ഗ്രാവിറ്റേഷണൽ വേവ്സ് അനുസരിച്ചാണ് ഈ ഭൂമി ഇതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ മനസ്സിലായി പുള്ളിക്ക്? പുള്ളി അതൊരു പരീക്ഷണത്തിലൂടെ തെളിയിക്കുകയും ചെയ്തു. അതോടെ ന്യൂട്ടൺ ആവിയായിപ്പോയി. ന്യൂട്ടൺ പറഞ്ഞ എല്ലാം ശരിയാണ്, ഈ പ്രപഞ്ചത്തിൽ ശരിയാണ്, ഈ ഭൂമിയിൽ ശരിയാണ്, പക്ഷെ സ്പേസിലേക്ക് നോക്കുമ്പോൾ ശരിയല്ല. അപ്പോൾ പുള്ളി പറഞ്ഞു ടൈം എന്ന് പറയുന്ന ആപേക്ഷികമാണ്. ന്യൂട്ടൺ പറഞ്ഞത് ഒരിക്കലും തീരത്തില്ല, കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. പക്ഷേ ഐൻസ്റ്റീൻ പറഞ്ഞു അങ്ങനെയല്ല, ഇപ്പം സമയം 3:50 ഇപ്പം ഈ ഭൂമി ഇവിടെ ഉണ്ട്, അരമണിക്കൂർ കഴിഞ്ഞ് ഭൂമി ഇവിടെ ഇല്ലെങ്കിൽ 3:50 ഭൂമി ഇവിടെ ഉണ്ടായിരുന്നു പറയാൻ പറ്റില്ല, കാരണം ഭൂമി പോകുന്ന വഴിക്ക് ഈ സമയം അങ്ങ് പോകുന്നതാണ്. ഒന്നും മനസ്സിലായില്ലല്ലോ? ഈ ഐൻസ്റ്റീൻ പറയുന്ന ഒന്നും ആർക്കും മനസ്സിലാകുകയില്ലായിരുന്നു. ന്യൂട്ടൺ പറഞ്ഞതെല്ലാം ഭയങ്കര സിമ്പിളായിരുന്നു. ഐൻസ്റ്റീൻ പറഞ്ഞ ഒരു വകയും മനസ്സിലാവില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഇരുട്ടിലായി. ഒരാൾക്ക് ഒരു പിടിയില്ല. ഇത് അതായത് ഒന്നിനെക്കുറിച്ച് അബ്സല്യൂട്ടായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഇതപ്പോൾ എന്തോ ആണ് ശരിക്കും സംഭവിക്കുന്നത് ചോദിച്ചാൽ പുള്ളിക്ക് അറിയാനും മേല. പുള്ളിക്ക് അറിയാൻ മേലെന്നല്ല, പറയാൻ പറ്റിയല്ല. കാരണം ഐൻസ്റ്റീൻ ഇതിനെല്ലാം കൂടെ കുളമാക്കി. എന്നിട്ട് പക്ഷെ ഭയങ്കര പുള്ളി പറഞ്ഞെല്ലാം സത്യമാണ്, പക്ഷെ അത് നമ്മുടെ തലയിൽ ഒതുങ്ങുന്ന കാര്യമല്ല. മനസ്സിലാകുന്നുണ്ടോ? അത് കഴിഞ്ഞപ്പം ഈ ഐൻസ്റ്റീൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരു പ്രത്യേക തരം ഫിലോസഫി ലോകം മുഴുവൻ ഉണ്ടായി വന്നു. അതിൽ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുയിസം പണ്ടേ ഇതേ ഫിലോസഫിയിലായിരുന്നു. ഐൻസ്റ്റീൻ പറഞ്ഞ ശേഷമാണ് നമ്മുടെ പിള്ളേർക്കെല്ലാം ആ ഒരു വ്യവസ്ഥയിലേക്ക് കയറിപ്പോയത്. കാരണം അവനവൻ്റെ സത്യം, എല്ലാം ആപേക്ഷികമാണ്. ഓക്കെ, എനിക്ക് ഇതാണ് സത്യം, ഇതാണ് എൻ്റെ നന്മ, ഞാനിത് ചെയ്യുന്നു, നീ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ. അപ്പം നിനക്ക് ചെയ്യുന്നതിനെ ഞാൻ തടസ്സപ്പെടുന്നില്ല, എനിക്ക് ചെയ്യുന്നതിനെ നീ തടസ്സപ്പെടുത്തരുത്. ഓക്കെ, ചർച്ചിൽ വന്നു കഴിയുമ്പം ഈ കാനഡയിൽ ഒരു ചർച്ചിൽ എൻ്റെ ഒരു സഹോദരനുണ്ട്. ആ സഹോദരൻ്റെ കഥ ഞാൻ പറയാം. അത് പറയുമ്പോഴാണ് ഈ ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഈ സഹോദരൻ പറഞ്ഞാണ്, അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ ഒരു ലേഡി ശുശ്രൂഷക ഉണ്ടായിരുന്നു. ഈ ശുശ്രൂഷക വേറൊരു സ്ത്രീയുമായി ബന്ധം ഉണ്ടായിരുന്നു. മനസ്സിലായോ? സ്ത്രീ പ്ലസ് സ്ത്രീയാണ്. അപ്പൊ സഭ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പം സഭ പുറത്താക്കി കഴിഞ്ഞപ്പോൾ വേറൊരു സഭയിൽ നിന്നെല്ലാം ഭയങ്കര പ്രതിഷേധം ഉണ്ടായിട്ട് വേറൊരു സഭയിൽ നിന്നൊരു പോസ്റ്റ് വന്നിരിക്കുകയാണ്, ഫേസ്ബുക്കിലോ മറ്റോ, സഹോദരി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞങ്ങളുടെ സഭയിലേക്ക് പോരെ, ക്രിസ്തുവിന്റെ സ്നേഹം എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരാമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി, ക്രിസ്തുവിന്റെ സ്നേഹം അവരെങ്ങനെ കാണിച്ചു കൊടുക്കും? ഇതാണ് ലിബറലിസം എന്ന് പറയുന്നത്. അതായത് എന്ത് ചെയ്താലും നിന്റെ പ്രൈവറ്റ് വിഷയത്തിൽ ഞാൻ എന്തിനാണ് ഇടപെടുന്നത്, എനിക്ക് എങ്ങനെയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ദൈവത്തിനെതിരെയുള്ള ഏറ്റവും വലിയ റിബല്യൻ. എനിക്ക് എൻ്റെ സത്യം, നിനക്ക് നിന്റെ സത്യം. അപ്പം ഞാൻ ഈ പ്രസംഗം എല്ലാം കേട്ടിട്ട് അപ്പോൾ അതേ ഒരു കാര്യം പറഞ്ഞു, ഒരു പൂച്ചയോട് ചെന്നിട്ട് ഇത് വെളുത്തതാണ് ഇത് കറുത്തതാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും, പക്ഷെ പച്ചയാണ് ചോപ്പാന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം അതിൻ്റെ വിഷന് കളറില്ല, കളർ കാണാൻ പറ്റത്തില്ല. അതുപോലെ നമുക്ക് കുറെ കാര്യങ്ങൾ കാണാം, അത് പൂച്ചയ്ക്ക് കാണാൻ പറ്റത്തില്ല. എന്നാൽ നമുക്ക് കാണാൻ പറ്റാത്ത ചില കാര്യങ്ങൾ വേറെ ചില ഓർഗാനിസംസിന് കാണാൻ പറ്റുമായിരിക്കാം. അപ്പൊ നമ്മൾ വളരെ പരിമിതമായ അറിവ് വെച്ചാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നതെന്ന് പുള്ളി പറഞ്ഞു. എൻ്റെ ചങ്കത്തടിക്കുന്ന പോലെയായിപ്പോയി അത്. ഞാൻ
KSRTC ബസ്സിൽ കയറി തിരിച്ച് എൻ്റെ ഹോസ്റ്റലിലോട്ട് പോകുന്ന വഴിക്ക് ഞാനിരുന്ന് ആലോചിക്കുമായിരുന്നു, എൻ്റെ കർത്താവെ, ആകെ ശരിയെന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന ശാസ്ത്രം ഇത്രയും ഭയങ്കര പൊള്ളയായി പോയല്ലോ. ഇതിനെ വിശ്വസിച്ച ആൾക്കാർ മണ്ടന്മാരായി പോയി. കാരണം ശാസ്ത്രം ശരിയാണ്, പക്ഷെ അതിൻ്റെ സങ്കേതങ്ങൾ പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം കണ്ടെത്തിയതൊക്കെ തെറ്റായിരിക്കും ചിലപ്പം, പിന്നെ ആയിരിക്കും ഇതിൻ്റെ ഒറിജിനൽ ട്രൂത്തിലേക്ക് വരുന്നത്. കാരണം എൻക്വയറി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒന്നിനെ നിഷേധിക്കാതെ തന്നെ അടുത്തടുത്ത സത്യങ്ങളിലേക്ക് എത്താനുള്ള കഴിവ് ശാസ്ത്രത്തിനുണ്ട്. ശാസ്ത്രം ഈസ് നെവർ റോങ്, ബട്ട് മാൻസ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് റോങ്. കാരണം അവൻ ലിമിറ്റഡ് ആണ്, അവന് ലിമിറ്റഡ് സെൻസ് മാത്രമേ അവന് ഉള്ളൂ. ഐൻസ്റ്റീൻ പറഞ്ഞത് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പം നാളെ വേറൊരു ശാസ്ത്രജ്ഞൻ ഒരു സൂപ്പർ ബ്രെയിനുമായിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം അറിയാം എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഞാൻ വണ്ടിയിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, കർത്താവേ എന്ന് വിളിച്ച് വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല, ദൈവമേ എന്ന് നമ്മൾ ചുമ്മാ പറയല്ലേ, ദൈവമേ എന്തിനാണ് മാറ്റം വരാൻ പറ്റാത്തതായിട്ട് എന്താ ഈ ലോകത്തുള്ളത്? എന്തെങ്കിലും ഒരു സാധനം മാറ്റം വരാൻ പറ്റാത്തതായിട്ടുണ്ടോ? മതങ്ങളുടെ വിഷയം എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ത്രേതായുഗത്തിലാണ് രാമൻ രാവണനെ കൊന്നത്, ദ്വാപര യുഗത്തിലാണ് കൃഷ്ണൻ കംസനെ കൊന്നത്. മതമാണല്ലോ, ഇതെല്ലാം മതങ്ങളാണ്. എന്നാൽ ഇതെല്ലാ മതങ്ങൾക്ക് അന്നന്ന് കാലത്തെ യുദ്ധങ്ങളുമായിട്ടുള്ള ബന്ധമുള്ള നിയമങ്ങളാണ് മൊത്തം. അതിനെല്ലാം മാറ്റം വരും. ഇന്ത്യൻ ഭരണഘടന 1950 എഴുതിയതാണ്. അത് എത്ര പ്രാവശ്യം മാറ്റി എഴുതി. ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുക. ഇന്ന് രാവിലെ ചിലപ്പം TV കാണുമ്പോൾ അതിനകത്ത് പറയും കാപ്പി കുടിച്ചാൽ ഹൃദയത്തിന് നല്ലതാണ്, വൈകിട്ട് പറയും ചായയാണ് നല്ലത്, കാപ്പി അപകടമാണ്. വേറൊരു പഠനം തെളിയിച്ചു. നമുക്കിതിൽ ഏത് വിശ്വസിക്കണമെന്ന് അറിയാൻ മേല. ചിലപ്പോൾ പറയും കീഴാർനെല്ലി കഴിച്ചാൽ ഏതാണ്ട് സംഭവിക്കും. മറ്റേ വേറൊരു സാധനം ഉണ്ടല്ലോ, ഈ ആലോവേര ആരോഗ്യത്തിന് ഭയങ്കര നല്ലതാണ്. അടുത്തിടെ കേട്ടു അത് കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകും. നമുക്കിത് എങ്ങനെ എന്ത് ചെയ്യും? ശാസ്ത്രം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് അവർ പഠിച്ച് സത്യം കണ്ടെത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ ഒരു ദിവസം ഒരു സത്യം കർത്താവ് തന്നെയാണെന്ന് കണ്ടുപിടിക്കുമ്പോഴേക്കും അനേകം ആൾക്കാർ വഞ്ചിക്കപ്പെട്ട് നരകത്തിലോട്ട് പോയി കഴിഞ്ഞിരിക്കും. ഇതാണ് ഇതിനകത്ത് അപകടം. അപ്പം ഞാനിത് ചിന്തിച്ചുകൊണ്ട് വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു കാര്യം വന്നു. നിലനിൽക്കുന്ന ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് ക്രിസ്തു പ്രസൻറ്റ് ചെയ്ത ഹ്യൂമാനിറ്റിയാണ്. യേശുവിൻ്റെ മനുഷ്യത്വം, പെർഫെക്റ്റ് ഹ്യൂമാനിറ്റി. അതായത് ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല, ബെറ്റർ ആക്കാൻ പറ്റത്തില്ല, നാളെ കുറച്ചുകൂടെ നല്ല ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? സ്നേഹിക്കുക മരിക്കുന്നവരെ. ഒന്നുകൂടെ ബെറ്റർ ആക്കിക്കുക, അതിനെ ബെറ്റർ ആക്കാൻ പറ്റത്തില്ല. ക്ഷമിക്കുക മരിക്കുന്നവരെ, ബെറ്റർ ആക്കിക്കുക. കുറച്ചുകൂടെ നല്ലൊരു നിയമം കൊണ്ടുവരാൻ പറ്റത്തില്ല. ബാക്കി എല്ലാം സിസ്റ്റം അനുസരിച്ച് മാറും. പക്ഷെ കർത്താവ് പറഞ്ഞ നിയമമുണ്ടല്ലോ, നീതി, ആ പുതിയ നിയമത്തിൻ്റെ നീതി എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അതിനെ മാറ്റാൻ ആരെ കൊണ്ട് സാധ്യമല്ല. അതിനപ്പുറത്ത് ഒരു മൊറാലിറ്റി എഴുതി വെക്കാനോ കഥയായിട്ട് പറയാനോ പോലും ആരെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല. അറിയാമോ? അതായത് ക്രിസ്തുവിനെ പോലെ ഒരു പെർഫെക്റ്റ് മൊറാലിറ്റി ഒരു കഥയിൽ പോലും ഇല്ല, ഒരു തത്വചിന്തയിൽ പോലും ഇല്ല, ഒരു നോവലിൽ ഒരു കഥാപാത്രമായിട്ട് പോലും ഇല്ല. അതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ പോലും ഇല്ല. ഒരു ദിവസം ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ഭോപ്പാലിൽ നിന്ന് ട്രെയിനിൽ വരികയായിരുന്നു. ഒരു 3-4 വർഷം മുമ്പ്, കോവിഡിന് മുമ്പ്. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു മനുഷ്യനിരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് കർത്താവിനെ കുറിച്ച് അദ്ദേഹത്തോട് പറയണമെന്ന് ആഗ്രഹം തോന്നി. അപ്പം ഞാൻ എൻ്റെ അടുത്തിരുന്ന സഹോദരനോട് ഒരു സംസാരം ആരംഭിക്കുകയാണ്. ഇയാൾ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഞാനിങ്ങനെ എൻ്റെ സഹോദരനോട് പറയാം, ബ്രദറെ, ഈ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ബ്രദറിന് അറിയാമോ? എന്തിനാണ് ഇത് പറയുന്നത്? ഈ അപ്പുറത്തിരിക്കുന്ന ആൾ ഇത് കേട്ടിട്ട് എന്തേലും സംസാരിക്കുമോ, അല്ലെങ്കിൽ പുള്ളി കേട്ടോട്ടെ എന്നുള്ളതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, അല്ല അറിയില്ല, പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ പറയണമല്ലോ, അതിനുവേണ്ടിയാണ് പുള്ളി അങ്ങനെ പറഞ്ഞത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ പുള്ളി നമ്മുടെ കോൺവെർസേഷനകത്ത് കൊളുത്തി കഴിഞ്ഞപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാനൊരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, യേശു ക്രിസ്തുവിനെ പോലെ പെർഫെക്റ്റായ ഉപദേശം പറഞ്ഞ് ജീവിച്ച ആരെങ്കിലും ഒരാളെ ഏതെങ്കിലും ഒരു ചരിത്രത്തിലോ പുരാണത്തിലോ കഥയിലോ ഇമാജിനേഷനിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ? അപ്പോൾ പുള്ളി പറഞ്ഞു, ഇല്ല, അതില്ല, അത് ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരം കുറച്ച് കൂടി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇത് എന്നെയും കൊണ്ടേ പോവുള്ളൂ എന്ന്. അപ്പോൾ പുള്ളി ഉടനെ പറയാണ്, അല്ല അങ്ങനെ പറഞ്ഞാലും ഇനി നമ്മളറിയാത്ത ആരെങ്കിലും എവിടെയെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും നിങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ അങ്ങനെ ആരെയും. അതില്ല. അത് ലോകത്തിൽ എല്ലാവർക്കും പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ക്രൈസ്റ്റ് ഡിഫൈൻഡ് മോറൽ പെർഫെക്ഷൻ. ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ കർത്താവിൻ്റെ ആളാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു അബ്സല്യൂട്ട് ട്രൂത്ത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്രിസ്തുവാണ്. ഇതാണ് എന്നെ മാറ്റിയത് അന്ന്. അതായത് ക്രിസ്തുവിൽ മാത്രമേ എന്തെങ്കിലും ഒരു പെർഫെക്ഷൻ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാകുന്നത് എൻ്റെ 20ാമത്തെ വയസ്സിലാണ്. അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഈ കർത്താവ് പറഞ്ഞത് വായിക്കാന്നുള്ളതല്ലാതെ ഇതൊന്നും പ്രവർത്തിക്കാൻ ആരെ കൊണ്ടും പറ്റിയില്ല. അതാണ് ഇതിനകത്തെ പ്രശ്നം. പെർഫെക്റ്റ് ഹ്യൂമാനിറ്റി എന്ന് പറയാൻ കൊള്ളാം, പക്ഷെ ഇതൊന്നും അനുസരിക്കാൻ ആരെ കൊണ്ടും പറ്റിയില്ല.
ഞങ്ങൾ ഈ സ്റ്റേജിൽ നിൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന ആരും ഇതൊന്നും അനുസരിച്ചവരുമല്ല. വെള്ളം എനിക്ക് തന്നായിരുന്നു ഒരു കുപ്പി. ഇതൊക്കെ പറയുമ്പോഴാണ് വെള്ളം കുടിക്കേണ്ടി വരുന്നത്. കാരണം കർത്താവിൻ്റെ കൽപ്പന എന്ന് പറയുന്നത് അനുസരിക്കാവുന്ന ഒരു രീതിയിലല്ല തന്നിരിക്കുന്നത്, അനുസരിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നിരിക്കുന്നത്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുന്നുണ്ടെങ്കിൽ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞ് കളയുക, അല്ലേ? നിന്റെ കൈ വെട്ടിക്കളയുക. നിന്റെ വീട്ടിലൊരു കല്യാണം നടന്നാൽ കുഷ്ഠരോഗികളെ, മുടന്തരെയും കുരുടരെയും വിളിക്കുക, ബന്ധുക്കളെ സ്വന്തക്കാരെയും വിളിക്കരുത്. അതുപോലെ നിന്നോട് ആരെങ്കിലും നിന്റെ മൊബൈൽ ഫോൺ തട്ടിയെടുക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ചാർജറിനോട് കൊടുത്തു വിടുക. ഉടുപ്പി വെച്ചാൽ പുതപ്പ് കൊടുക്കുക, അല്ലേ? അത് തന്നെ. നിങ്ങളുടെ വണ്ടി ആരെങ്കിലും കള്ളത്താക്കോട്ട് തുറക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, അയ്യോ കള്ളത്താക്കോട്ട് തുറന്നത് കേടാക്കല്ലേ, ഇതാ വണ്ടി കീ ഇതാ ഒറിജിനൽ എന്ന് പറഞ്ഞ് കൊടുത്തു വിടുക. അങ്ങനെ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? നിന്റെ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക. അപ്പൊ കർത്താവ് പറഞ്ഞൊക്കെ ഭയങ്കര പെർഫെക്ഷനാണ്. പക്ഷേ ഇത് നമ്മൾ അതാ ജീവിക്കുന്ന പറഞ്ഞാൽ നാട്ടുകാർ സമ്മതിക്കണ്ടേ? നാട്ടുകാർ നോക്കുമ്പോൾ നമ്മൾ അതൊന്നുമല്ല ജീവിക്കുന്നത്, നമ്മൾ വിടുതലിന് വേണ്ടി ജീവിക്കുന്നവരാ. നിങ്ങൾക്കൊരു കാര്യം അറിയാം, എവിടെ നിന്നെങ്കിലും 50 രൂപ നമുക്ക് വരണമെങ്കിൽ ആരുടെയെങ്കിലും പോക്കറ്റിൽ നിന്ന് പോകണം. സന്തോഷമായോ? നമുക്ക് 1-ാം റാങ്ക് കിട്ടണമെങ്കിൽ 1-ാം റാങ്ക് കിട്ടുമായിരുന്ന ഒരാൾക്ക് 2-ാം റാങ്ക് ആകണം. ദൈവം സകല മനുഷ്യരോട് ഒരുപോലെ കരുണയുള്ളവരായതുകൊണ്ട്, ഒരുപോലെ കരുണയുള്ളവരാണ്ട് ഇതിന് കോമൺ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഒരുപോലെ കൊടുത്തേക്കുന്നത്. പിന്നെ പ്രാർത്ഥിച്ച ദൈവം ചിലപ്പോൾ നമ്മളെ രക്ഷപ്പെടുത്തി വിടും എന്നുള്ളതല്ലാതെ അല്ല വേറെ വലിയ ബെനിഫിറ്റ് ഒന്നും ഇതിനകത്ത് വന്നാൽ ഇല്ല. എത്ര പേർക്ക് സന്തോഷമായി? ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാട് ടൗണിൽ ഒരു ദിവസം പബ്ലിക്കായിട്ട് സംസാരിക്കായിരുന്നു. അതായത് മുഴുവൻ സുവിശേഷ വിരോധികളുടെ ചുറ്റുമാണ്. അവിടുത്തെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് വരെ BJP-ക്കാരാണ്. അപ്പോൾ അവിടെ സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ദൈവം എല്ലാവരുടെയും കരുണയുള്ളവനാണ്, അതുകൊണ്ട് പൈസ കിട്ടാനും ആരോഗ്യം ഉണ്ടാവാനും വേണ്ടി നിങ്ങൾ ഇങ്ങോട്ട് വരികയേ വേണ്ട. അതല്ല സുവിശേഷം. കാരണം അവിടെ ഇരുന്നാലും നിങ്ങൾക്ക് ഇത് കിട്ടാം. കാരണം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇതേ ദൈവത്തിന് തന്നെ ഞങ്ങളെയും നിങ്ങളെ എല്ലാം രക്ഷിക്കാൻ പറ്റും. എല്ലാവർക്കും പൈസ കൊടുക്കാനും പറ്റും. കാരണം ധനവാന്മാരാകുന്നവരെല്ലാവരും വിശ്വാസികളല്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ. അപ്പോൾ എന്താണ് നമ്മുടെ വിശ്വാസം? നമുക്ക് ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നതിൻ്റെ ആ യുണീക്ക്നെസ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അവിടെയാണ് ഈ ധനവാന്റെ കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അനുസരിക്കാൻ പറ്റാതെ തിരിച്ചു പോയ ഒരാളുടെ കഥ. നമ്മളെല്ലാം ഏതാണ്ട് ആ ഷേപ്പിലാണ് ഇപ്പോൾ ഉള്ളത്, അല്ലേ? അനുസരിക്കാൻ പറ്റാതെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ മിഷ്കസ്യ എന്ന് പറയല്ലേ, അതുപോലെ നിൽക്കുക. അങ്ങനെയല്ലേ പറയുന്നത്? ഓക്കെ. അപ്പോൾ ഈ ധനവാനായ മനുഷ്യൻ കർത്താവിനെ അനുഗമിക്കാൻ കർത്താവ് പറഞ്ഞു, നിന്റെ സ്വത്തെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക. അപ്പോൾ അവന് ഭയങ്കര ദുഃഖമായി പോയി. ഇത്രയും സ്വത്തുള്ള ഞാൻ എങ്ങനെയാണ് കർത്താവിനെ അനുഗമിക്കുന്നത്? ഓക്കെ. അപ്പോൾ അവൻ അതിട്ടിട്ട് കർത്താവിനെ ഇട്ടുപോയി. അത് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞു, ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ പോകുന്നതാണ്. നിങ്ങളെല്ലാവരുടെ മനസ്സിലെ സൂചിക്കുഴ ഒന്ന് സങ്കല്പിച്ചോ. ഒരൊട്ടകം അതിലേക്ക് കയറി പോകുന്ന ആലോചിക്കുക, അസാധ്യം. അപ്പൊ ശരിക്കും ശിഷ്യന്മാരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, അയ്യോ അപ്പൊ ധനവാന്മാരൊന്നും സ്വർഗത്തിൽ പോകൂലേ? അങ്ങനെയല്ല നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ശിഷ്യന്മാരെന്താ ചോദിച്ചത്? ധനവാന്മാരൊന്നും സ്വർഗത്തിൽ പോകില്ല എന്നല്ല അവർ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും രക്ഷപ്പെടുമോന്ന് ചോദിച്ചത്. ശരിയല്ലേ? അതിനർത്ഥം എന്താ? അതിനർത്ഥം സൂചിക്കുഴ അത്ര ചെറുതാണ്, ഒട്ടകം പോവില്ല എന്ന് മനസ്സിലായി. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു പൂച്ചയെങ്കിലും ആണല്ലോ. അവരൊട്ടകമാണെങ്കിൽ നമ്മളൊരു ഈച്ചയെങ്കിലും ആണല്ലോ. ഒരു ഈച്ച പോലും അതിലെ കിടക്കുകയില്ല. മനസ്സിലായോ? അപ്പൊ ഈ സൂചിക്കുഴ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. അപ്പൊ കർത്താവ് പറയാണ്, ഒരുത്തനും രക്ഷപ്പെടുകയില്ല, മനുഷ്യരാൽ ഇത് അസാധ്യമാണ്. അതായത് കർത്താവിന്റെ ജീവൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, എന്നാൽ ദൈവത്തിന് സകലതും സാധ്യം. അപ്പോൾ ഒരു പെർഫെക്റ്റ് മൊറാലിറ്റി കർത്താവ് നമുക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കർത്താവ് എന്തും കൂടെ ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? അവൻ്റെ ലൈഫും കൂടെ തരുന്നുണ്ട്. അതായത് അവനെ കൊണ്ട് സാധ്യമാണ്. എന്ത് സാധ്യമാണ്? എന്നെ ഒട്ടകത്തിൻ്റെ സൂചിക്കുഴയിലൂടെ എന്നെ വലിച്ചെടുക്കാൻ ദൈവത്തിന് പറ്റും. അപ്പോൾ ക്രിസ്തുവിൻ്റെ വേൾഡ് വ്യൂ, ആ ലോകക്രമത്തിലേക്ക് എനിക്ക് കടക്കണമെങ്കിൽ അത് എൻ്റെ കഴിവ് കൊണ്ട് സാധിക്കില്ല. യേശുക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ സ്വാതന്ത്ര്യം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എന്ത് മാറ്റമാണ് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ തരാൻ പോകുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിന് ശേഷം ചോദിക്കാവുന്നതാണ്. ഓക്കെ. നമുക്ക് നിക്കോദമസിൻ്റെ കഥ തന്നെ എടുക്കാം. നിക്കോദമോസ് കർത്താവിനോട് ചോദിക്കുകയാണ്, ദൈവരാജ്യത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല, നീ ദൈവത്തിൽ നിന്ന് വന്നവനല്ലെങ്കിൽ
ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ ആരെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമ്മളും പലപ്പോഴും അങ്ങനെ പറയാറുണ്ട്. നിനക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റണമെങ്കിൽ നീ രണ്ടാമതൊന്നും കൂടെ ജനിക്കണം. കേട്ടിട്ടുണ്ടോ? ഈ പ്രശ്നത്തിന് പരിഹാരം നിനക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നീ ഒന്നും കൂടെ ജനിച്ചു വരാതെ നിന്നെ കൊണ്ട് പറ്റില്ല. കർത്താവ് അങ്ങനെ തന്നെയാണ് നിക്കോദമോസിനോട് പറഞ്ഞത്. നിക്കോദമോസെ, നിന്റെ ഈ ജന്മത്ത് നിനക്ക് ദൈവരാജ്യത്തിൽ കയറാൻ പറ്റത്തില്ല, നിന്നെ കൊണ്ട് അസാധ്യമാണ്, നീ ഒന്നും കൂടെ ജനിക്കണം. അപ്പോൾ നിക്കോദമോസ് വിചാരിച്ചു, ശരി, ഒന്നും കൂടെ ജനിച്ചാൽ കയറാൻ പറ്റുമോ? അതെങ്ങനെ ജനിക്കാം? അമ്മയുടെ വയറ്റിൽ കിടന്ന് ഒന്നുകൂടെ ജനിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഒന്നുകൂടെ ജനിക്കണമെന്ന് അമ്മയുടെ വയറ്റിൽ നിന്ന്? ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? ഇനിയെങ്കിലും ഒന്നുകൂടെ ജനിക്കുമായിരുന്നെങ്കിൽ ചില തീരുമാനങ്ങൾ എൻ്റെ ജീവിതത്തിൽ തെറ്റിപ്പോയി, അതൊക്കെ നേരെ എടുക്കാമായിരുന്നു. ഞാൻ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഉഴപ്പി നടക്കുമായിരുന്നു. അന്ന് തൊട്ട് ശരിക്കും പഠിക്കാമായിരുന്നു. 10ാം ക്ലാസ്സിലെങ്കിലും കുറച്ച് മെനക്കെട്ടിന്ന് പഠിക്കാമായിരുന്നു. അല്ലെ കല്യാണം കഴിക്കുന്നതിന് മുമ്പോട്ടെങ്കിലും പോകാൻ പറ്റുമായിരുന്നെങ്കിൽ അവിടെ നിന്നെങ്കിലും ഒരു നല്ല തീരുമാനം എടുത്ത്. പക്ഷെ എന്ത് ചെയ്യാൻ, അങ്ങനെ പുറകോട്ട് പോകാനുള്ള ഒരു വഴിയും നമുക്കില്ലാന്ന് മാത്രമല്ല, നമ്മൾ ഈ ജീവിതത്തിൽ എന്തെല്ലാം മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടോ, നമ്മൾ ആ ജീവിതത്തെക്കുറിച്ചൊന്നും ഒരു ഓർമ്മയില്ലാതെ നമുക്കൊരു ജന്മം കൂടെ കർത്താവ് തരുവാണെങ്കിൽ ഇതേ മണ്ടത്തരങ്ങളെല്ലാം നമ്മൾ കാണിക്കും. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു മാറ്റം ഉണ്ടാകുന്നില്ല. ജഡത്താൽ ജനിച്ചതെല്ലാം അതുപോലെ തന്നെ ഇരിക്കും. ശാസ്ത്രം ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. നമ്മുടെ എല്ലാ പെരുമാറ്റങ്ങൾക്കും ഉത്തരവാദി നമ്മുടെ ജനറ്റിക്സും നമ്മുടെ ജീനുകളും നമ്മൾ വളർന്നു വന്ന അന്തരീക്ഷമാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, അതിനെ മാറ്റാൻ എനിക്ക് പറ്റത്തില്ല. അപ്പം നമ്മൾ പറയാം, നാളെ തൊട്ട് നന്നാവട, നാളെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം വന്ന് ഞാൻ എന്നാ ചെയ്യാൻ പറ്റും? ശരിയല്ലേ? എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു പണി ചെയ്തിട്ട് എന്നാ കാര്യം? നിങ്ങളൊരു മനുഷ്യനോട്, ഒരു പിള്ളേരോട് പറയുന്നതിനൊരു പരിധിയില്ല. അവർക്ക് എത്ര നേരം പ്രാർത്ഥിക്കാൻ പറ്റും? ഇന്നത്തെ ആത്മീക ആരോഗ്യം വെച്ചുകൊണ്ട് അവർ എഴുന്നേറ്റിരിക്കുന്നത് തന്നെ, പ്രാർത്ഥിക്കുന്ന സമയത്ത് വന്ന് ഇരിക്കുന്നത് തന്നെ അത്ഭുതമാണ്. അന്നേരമാണ് അരമണിക്കൂർ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവന്മാർ അവിടെ ഇരുന്നുകൊണ്ട് ഉറങ്ങുള്ളൂ, അല്ലെ ഏതെങ്കിലും കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും. അല്ലേ? ശരിയാണോ ഞാൻ പറഞ്ഞത്? നിങ്ങൾ ചിന്തിക്കല്ലേ, ഇത് എങ്ങനെയാണ് ഞാൻ അറിഞ്ഞെന്ന്? ഈ മതത്തിന്റെ നിയമങ്ങൾ ഒരാളെയും നന്നാക്കൂല. നമ്മുടെ മുമ്പിൽ അവർ നന്നാവും. നിങ്ങളില്ലാത്തൊരു ദിവസം ഒരു ക്യാമറ വെച്ചിട്ട് വെളിയിൽ പോയിരുന്നെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്നൊന്നും നിങ്ങൾ കാണുകയില്ല. നിങ്ങളെ ഓർത്ത് ചെയ്യുന്നതാ, ഒരു പ്രയോജനവും ഇല്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? മനുഷ്യരെ കൊണ്ട് അസാധ്യമായ ഒരു കാര്യം അവർക്ക് എത്ര ചാൻസ് കൊടുത്താലും അവരിങ്ങനെ തന്നെ ആവുള്ളൂ താനും. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. കർത്താവ് പറയാണ് ഒന്നും കൂടെ ജനിക്കണം. എങ്ങനെ ജനിക്കണം? അടുത്ത വാക്യം, 5ാം വാക്യം പറയാണ്, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താ? ദൈവമാണ് അവിടുത്തെ രാജാവ്, ഞാനല്ല രാജാവ്. അപ്പൊ എല്ലാ കാര്യങ്ങളും ആര് തീരുമാനിക്കും? ദൈവം തീരുമാനിക്കും. നിങ്ങൾക്കറിയാമോ, ഞാൻ ആ ശാസ്ത്ര കോൺഫറൻസിൽ നിന്ന് തിരിച്ചു വന്നു. അപ്പൊ എൻ്റെ ഉള്ളിൽ ഭയങ്കര സംശയങ്ങളുണ്ടായി. എങ്ങനെയാണ്, എന്താണ് സത്യം, നമ്മൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്, നമ്മുടെ ജീവിതം കൊണ്ട് എന്താണ് പ്രയോജനം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഞാൻ ചായക്കടയിൽ ചായ കുടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ചായക്കടയിൽ പോയി കസേരയിൽ ഇരിക്കുന്നു. എനിക്കെതിരെ ഒരു മനുഷ്യൻ വന്നിരുന്നു. ഓക്കെ, അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? ഞാൻ പറഞ്ഞു അല്ല, അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ചോദിച്ചു, ഇപ്പം കർത്താവ് വന്നാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകുമോ? ഞാൻ പറഞ്ഞു സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഈ സാക്ഷ്യം ഞാൻ കഞ്ഞിക്കുഴി ചർച്ച് ഓഫ് ഗോഡിൽ 2016 പറഞ്ഞു. ഇത് സംഭവിച്ച 1994. 2016 ഞാൻ ഈ സാക്ഷ്യം കഞ്ഞിക്കുഴി ചർച്ച് ഓഫ് ഗോഡിൽ പറഞ്ഞപ്പോൾ അവിടെ നിന്നൊരു സഹോദരൻ കൈവീട്ട് പറഞ്ഞു, അത് എൻ്റെ ഹോട്ടലായിരുന്നു. ഞാൻ തലയിൽ കൈവച്ചു. ഞാൻ ചോദിച്ചു, അതെങ്ങനെ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റുന്നുണ്ട് എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞങ്ങൾ ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്നതിന് അതിനു വേണ്ടിയായിരുന്നു. ഈ സീമസ് കോളേജിൽ നിന്ന് പിള്ളേർ വൈകിട്ട് ചായ കുടിക്കാൻ വരുമ്പം എവിടെയും ചായ കുടിക്കാൻ ഒത്തിരി പേര് അവിടെ കയറും. അപ്പോൾ എതിരെ ഒരു സുവിശേഷ പ്രവർത്തനം കാണും, ഇവരിരിക്കുന്ന ബെഞ്ചിൽ അയാളും കാണും. എങ്ങനെയെങ്കിലും അവരോട് സുവിശേഷം പറയും. എന്താ ടെക്നിക്കൽ സ്ട്രാറ്റജി, നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇവിടെ എല്ലാവരും ചായക്കട തുറന്ന് നല്ല കാര്യമാണ്, ഞാൻ നേരത്തെ തമാശ പറഞ്ഞാണെങ്കിലും. അപ്പോൾ ആൾക്കാർ വരുമ്പോൾ അവരോട് സുവിശേഷം, അങ്ങനെയാണ് ഞാൻ സുവിശേഷത്തെക്കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, യേശുവിനെ കർത്താവിൻ്റെ രക്ഷകനായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതം പിന്നെ അവൻ്റെ കയ്യിലാണ്, കർത്താവിൻ്റെ കയ്യിലാണ്. അവൻ്റെ രാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഹീ വിൽ ബിക്കം യുവർ ലോഡ്. അങ്ങനെയാണെങ്കിൽ നിനക്ക് ദൈവരാജ്യം എന്ന വാഗ്ദത്തമുണ്ട്, സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഞാനിത് വളരെ വളരെ ഗൗരവമായിട്ട് എടുത്തു. കാരണം എൻ്റെ ഉള്ളിലെ ഈ വചനം എന്ന് പറയുന്നത് സത്യമായിരിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു ഒരു ഒരു സ്പാർക്ക് ആ മീറ്റിങ്ങിൽ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പം ഞാനിത് വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു, കർത്താവെ എന്താണ്?
അപ്പോൾ എനിക്ക് പാവബോധം ഉണ്ടായി. ഞാൻ അങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്, ഞാൻ പാവിയാണ്. ഇതൊക്കെ പുള്ളിയോട് പറഞ്ഞു തന്നായിരുന്നു. പാവം എന്താണ്? ഒരു 15 മിനിറ്റ് സംസാരമാണ് ആ ചായ കുടിച്ചുകൊണ്ട് ആ ചായക്കടയിൽ നടത്തിയത്. സഹോദരങ്ങളെ, ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ച് കഴിയുമ്പം നമ്മൾ ഒരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്. ഈ പുതിയ സൃഷ്ടിയായി മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? അവിടെയാണ് പറയുന്നത്, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അത് എവിടെ നിന്ന് വരുന്നു എന്നും എങ്ങോട്ട് പോകുന്നു എന്നും അറിയുന്നില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആത്മാവ് വരുമ്പോൾ നമ്മൾ കാറ്റ് പോലെ ആകുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഞാനിനി ഒരു സഹോദരൻ്റെ കഥ പറയാം. അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ കല്ല് പോലെ ആകാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ടു, ലോൺ എടുത്ത് പഠിച്ച് എൻജിനീയറായി കാനഡയിലോട്ട് പോയി. കാനഡയിൽ പോയി അവിടെ ഒരു കോഴ്സ് പഠിച്ച് IELTS ഒക്കെ പാസ്സായി കാനഡയിൽ പോയി അവിടെ ഒരു കോഴ്സ് പഠിച്ചു. അവിടെ ജോലിയും കിട്ടി. പഠിച്ച അതേ കോഴ്സിൽ ജോലി കിട്ടി, അതേ വിഷയത്തിൽ ജോലി കിട്ടി, നല്ല ശമ്പളം കിട്ടി. 3 മാസം ജോലി ചെയ്തു. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അവസ്ഥ വളരെ മോശമായിരുന്നു. അപ്പൻ ഒരു ചെറിയ സ്റ്റുഡിയോ നടത്തുമായിരുന്നു. അമ്മയ്ക്ക് ക്യാൻസറാണ്. മൂത്ത സഹോദരനേ ഉള്ളൂ, ജോലിയില്ല. അങ്ങനെ വളരെ പരിതാപകരം. 15 ലക്ഷം രൂപ ലോണുണ്ട്. ഇങ്ങനെ അദ്ദേഹം ജോലി കിട്ടി കഴിഞ്ഞപ്പം ഒരാശ്വാസമായല്ലോ. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി, ഒരു 2 വർഷം കൊണ്ട് എല്ലാ ലോണും തീരും, പിന്നെ ഒരു വീട് വെക്കണം. അതാണ് സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത്. കല്ല് പോലെ ആകാൻ എന്തൊക്കെ വേണം? സെറ്റിൽമെൻ്റ് ഒക്കെ ഇങ്ങനെ വേണം അല്ലേ? അങ്ങനെ ഇരിക്കെ കർത്താവ് പുള്ളിയോട് പറഞ്ഞു, നീ ജോലി രാജിവെക്കണം, എന്നിട്ട് എൻ്റെ മിഷണറി ആയിട്ട് ഒരു മധ്യപൂർവേഷ്യയിലുള്ള ഏറ്റവും കൂടുതൽ ബോംബുകൾ വീഴുന്ന ഒരു രാജ്യത്തിലേക്ക് നീ പോകണം എന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞു, കർത്താവെ 2 വർഷം ഞാൻ ആ ലോൺ, എൻ്റെ പഠിത്തത്തിന് വേണ്ടി എടുത്ത ലോൺ അവരുടെ തലയിൽ ഞാൻ എങ്ങനെ വെക്കും? ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, കാറ്റ് പോലെ എവിടെയാണ് എന്താണെന്ന് നീ അന്വേഷിക്കേണ്ട, ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഈ നിർബന്ധം കലശലായപ്പം പുള്ളി രാജി എഴുതി കൊടുത്തു. എന്നിട്ട് എന്നെ കാണിച്ചു. ഈ കാനഡ ഗവൺമെൻറ്റിൻ്റെ പെർമനൻറ്റ് റെസിഡൻസി PR-നുള്ള ഓപ്ഷൻ ഇദ്ദേഹത്തിന് വന്നത് എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, ഇത് ഞാൻ വേണ്ടാന്ന് വെച്ചു അങ്കിളെ, കാരണം അതെങ്ങാനും എൻ്റെ കയ്യിലുണ്ടെങ്കിൽ നാളെ കാനഡയിലോട്ട് തിരിച്ചു പോകാനുള്ള ഒരു പ്രലോഭനം എനിക്കുണ്ടാവും, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചെന്ന് പറഞ്ഞു. ഇദ്ദേഹം നേരെ ഇറാഖിലേക്ക് വന്നു. അപ്പനും അമ്മയും നിലവിളി, ചേട്ടൻ ചീത്ത, അവരുടെ ഉള്ള വിശ്വാസം കൂടെ പോയി എന്ന് വേണേൽ പറയാം. നീ കുടുംബം തകർക്കാൻ ഇറങ്ങിയതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ഇയാൾ കാറ്റ് പോലെ ആയിപ്പോയി. കാറ്റ് പോലെ ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നതെന്നൊന്നും കാറ്റിന് തീരുമാനിക്കാൻ പറ്റിയില്ല. അതും മർദ്ദം അനുസരിച്ച് പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ആത്മാവിനെ കുറിച്ച് എന്താ പറയുന്നത്? ആത്മാവ് ന്യൂമ എന്നതിൻ്റെ ഗ്രീക്ക്. ആ ന്യൂമ എന്നുള്ള ഗ്രീക്ക് കാറ്റെന്നുള്ള വാക്കിനും അത് തന്നെ ഉപയോഗിക്കുന്നത്. അപ്പം ശരിക്കും ആത്മിക സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സ്വഭാവം? അത് കാറ്റിൻ്റെ സ്വഭാവമാണ്. പുള്ളി നേരെ ആ സ്ഥലത്തേക്ക് ചെന്നു. ഞാൻ ഈ സ്ട്രീമിംഗ് ഉള്ളതുകൊണ്ടല്ല ഞാൻ ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത്, ഇതിനകത്തൊക്കെ കുറച്ച് സീക്രസി ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ പുള്ളി അവിടെ ചെന്നിട്ട് വില്ലേജുകൾ, ഒരിക്കലും കർത്താവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത വളരെ എതിരുള്ള വില്ലേജുകളിൽ ചെന്നു. കർത്താവ് അനുവദിച്ചതുപോലെ പല സ്ഥലങ്ങളിൽ പോയി. ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ അവർ പറയുന്നത് 10 വർഷം മുമ്പ് യേശുവിനെ കുറിച്ച് പറയാൻ നിങ്ങളിവിടെ വരുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ കണ്ടായിരുന്നു. ഒരു റെയിൽവേ സ്റ്റേഷനിലോ മറ്റോ എന്നപ്പോൾ ഒരാൾ സ്വീകരിച്ചുകൊണ്ട് പോവുക, കർത്താവ് സ്വപ്നത്തിൽ കണ്ടിട്ട്. അതായത് കർത്താവ് സ്വപ്നത്തിൽ കാണിച്ചിട്ട് ഇവരെ സ്വീകരിക്കാൻ ആൾക്കാർ വരുമോ? ഭയങ്കര മിറക്കിൾ. അവിടെ ചർച്ചുണ്ടായി, സൺഡേ സ്കൂൾ ഉണ്ടായി. 1.5 വർഷം. അത് ഞാൻ അദ്ദേഹം നാട്ടിൽ വന്നു, കല്യാണം കഴിച്ചു. അടുത്ത ആഴ്ച വീണ്ടും പോവാണ്. അടുത്ത ആഴ്ച പോകുന്നത് ഈ സ്ഥലത്തേക്കല്ല, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബോംബ് പൊട്ടുന്ന സ്ഥലത്തിലേക്കാണ്. കാരണം അന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു ആ ജനത്തിനിടയിലാണ്. ഇപ്പോൾ അവിടെ ചർച്ച, അവിടെ വേറെ ആൾക്കാരുണ്ട്, ശുശ്രൂഷകരുണ്ട്. ഇത് കാറ്റ് പോലെ. ഈ കാറ്റാണ് ആത്മാവ് നമ്മളെ നടത്തുന്ന ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. അത് സ്നേഹമാണ്. അവിടെ ചെന്ന് ആ സഹോദരനെ കാണുമ്പോൾ പറയാണ്, അന്ന് ഇവരവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു ബോംബ് പൊട്ടി. അവിടെ ബോംബ് പൊട്ടി തൊട്ടടുത്ത. അപ്പോൾ ഇവരുടെ സഹോദരന്മാരെല്ലാം വെളിയിലുണ്ട്. അപ്പോൾ സഹോദരന്മാർ അവരോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോരെ, അപകടമാണ്, ഇപ്പോൾ യുദ്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് 2 സ്നാനം കഴിഞ്ഞതേ ഉള്ളൂ, അവരെ ഇട്ടിട്ട് ഞങ്ങൾ പോന്നു കഴിഞ്ഞാൽ നാളെ തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റത്തില്ല, അവരെ ഞാൻ സ്നേഹിക്കുന്നില്ല എന്ന് അവർക്ക് മനസ്സിലാവും. ഇന്ന് ഞങ്ങൾ അവരുടെ കൂടെ നിന്നാൽ കർത്താവിൻ്റെ സ്നേഹം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇതിലും നല്ലൊരു അവസരമില്ല, കൂടി വന്നാൽ ഞങ്ങളങ്ങ് മരിച്ചു പോയിരിക്കും, അത്രയേ ഉള്ളൂ, ഞങ്ങൾ വരുന്നില്ലെന്ന് പറഞ്ഞു. ഇവിടെ ഉള്ളവരെല്ലാം നിർബന്ധിച്ചു, നിങ്ങൾ തിരിച്ചു പോവാ. പുള്ളി വരികയില്ല, അവരാരും വരികയില്ല. അവരവിടെ കിടന്നു. അത് കഴിഞ്ഞ് എല്ലാം സെറ്റിലായ ശേഷമാണ് അവർ വന്നത്. അതിലൊരാളെ വന്നുള്ളൂ. ഇപ്പോൾ അവരടുത്ത സ്ഥലത്തേക്ക് പോവാം. കർത്താവ് എന്താ ചെയ്യുന്നറിയോ? കർത്താവ് വിളിച്ചാൽ ഭയങ്കര വിളിയാണ്. കർത്താവ് അമ്മയുടെ ക്യാൻസർ അങ്ങ് സൗഖ്യമാക്കി. ചേട്ടന് ഗൾഫിൽ ജോലി കൊടുത്തു. കടം വീട്ടാൻ 100,000 വഴികൾ തുറന്നു കൊടുത്തു. അത് വളരെ വേഗം വീടിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഒന്നും അറിയുന്നില്ല. ഇപ്പോൾ ഞങ്ങളുടെ സഭയിലെ ഒരു മിഷണറിമാരായിട്ട് 5 പേര്, ഭാര്യ 5 മാസം പ്രഗ്നൻ്റാണ്. ഞാൻ പറഞ്ഞു, കുഞ്ഞുണ്ടായിട്ട് പോയാൽ പോരെ, ഒരു 6 മാസം ഒരു അപ്പനെ പോലെ ഞാൻ പറയുമോ. അപ്പോൾ അവനോട് പറഞ്ഞെന്നറിയോ, അങ്കിളെ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഈ പേരൻസ് ഒരിക്കലും വിടുകയില്ല.
അതുമാത്രമല്ല, ഈ കഷ്ടതയിലൂടെ കടന്നു പോയാലേ വിശ്വാസം എന്താണെന്ന് എൻ്റെ ഭാര്യയെ ഞാനും ഒക്കെ പഠിക്കുകയുള്ളൂ. അത് ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ ഇരുന്നാൽ എങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ പരീക്ഷണങ്ങളെ നമ്മൾ നേരിടുന്നത്? അതുകൊണ്ട് ഇറങ്ങിച്ചെന്ന് നേരിടുമ്പോഴാണ് കർത്താവിൻ്റെ കൃപ അനുഭവിക്കാൻ പറ്റുന്നത്. ഇത് എങ്ങനെയാണ് സാധിക്കുന്നറിയോ? ഇത് സാധിക്കുന്നത് ക്രിസ്തു ഉള്ളിൽ വസിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ മിഷണറിമാരായിട്ട് പോകണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് യേശുവിൻ്റെ ഹ്യൂമാനിറ്റി എന്താണ് ആ സ്നേഹം? നമ്മളിപ്പം കൂട്ടുകൂടുന്ന ആരോടാ? നമ്മൾ ആരോട് സംസാരിക്കുമ്പോഴാണോ നമുക്ക് രസം വരുന്നത്, അവരാണ് നമ്മുടെ കൂട്ടുകാർ. ശരിയാണോ? അല്ലേ? നമ്മൾ ഏത് ഹോട്ടലിലേക്കാണ് പോകുന്നത്? ഏത് ഹോട്ടലിൽ പോയി കഴിക്കുമ്പോഴാണോ നമുക്ക് രസം വരുന്നത്, അവിടെയാണ് നമ്മൾ പോകുന്നത്. ഏത് ചർച്ചിലാണ് പോകുന്നത്? ഏത് ചർച്ചിലാണോ ഏറ്റവും കൂടുതൽ രസമുള്ളത് അവിടെ പോകുന്നത്. അങ്ങനെ മാറാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പോകുന്നില്ല. എവിടെയും രസം അന്വേഷിക്കുന്നത്. ഇനി നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ, രസത്തിൽ നിന്നുള്ള ഫ്രീഡത്തിന് പകരം സ്നേഹത്തിൽ നിന്നുള്ളൊരു ഫ്രീഡമായി നോക്കി. നിങ്ങൾ ആരുമായിട്ടായിരിക്കും കൂട്ടുകൂടുന്നത്? അവിടെ ഏറ്റവും കൂടുതൽ കർത്താവിനെ ആവശ്യമുള്ള, ആർക്കും വേണ്ടാത്ത ആളുമായിട്ടായിരിക്കും കൂട്ടുകൂടുന്നത്. നിങ്ങൾ പെരുമാറ്റം, ഇടപെടലെല്ലാം അവരെല്ലാം വളർത്തും, അവരെല്ലാം കർത്താവിലെത്തിക്കും. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ ഹോസ്റ്റലിൽ രാത്രി 12 മണിക്ക് എൻ്റെ റൂമിൽ വന്ന് ആൾക്കാർ മുട്ടുമായിരുന്നു. ഒരു സഹോദരൻ വന്ന് മുട്ടി ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അവനെ കോളേജിൽ നിന്ന് പുറത്താക്കി. CMS കോളേജിൽ നിന്ന് ഒരുത്തനെ പുറത്താക്കണമെങ്കിൽ ആലോചിച്ച് നോക്കണം. ലോകത്തിലെ ഏറ്റവും ലിബറലായിട്ടുള്ള കോളേജുകളിലൊന്നാണ് CMS കോളേജ്. ഒരു നിയമങ്ങളും ഇല്ലാത്ത കോളേജാണ്. പിള്ളേർക്ക് സ്വാതന്ത്ര്യം, അവർ അഡൽട്സ് ആയിട്ട് വളരണമെന്ന് വിശ്വസിക്കുന്ന ഒരു ഫിലോസഫിയാണ് അവിടെ നിന്ന് ഒരുത്തനെ പുറത്താക്കണമെങ്കിൽ നിസ്സാര പരിപാടിയല്ല. അവൻ രാത്രിയിൽ 12 മണിയായപ്പോൾ കരഞ്ഞുകൊണ്ട് എൻ്റെ ഡോറിലൊന്ന് മുട്ടി, എനിക്ക് രക്ഷിക്കപ്പെടണം, എന്ത് ചെയ്യണം? ഇത് ആരാണ്? നമ്മുടെ കൂട്ടുകാരൻ ആരാ? ശമരിയാക്കാരനെ പോലെ കൂട്ടുകാരനെ കാണുന്ന മുറിവേറ്റ് കിടക്കുന്നവരിൽ കാണണമെങ്കിൽ രസത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകരുത്. പകരം എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം? സ്നേഹത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവില്ല. അത് ക്രിസ്തു നമ്മിൽ വസിച്ചാൽ മാത്രമേ ആ സ്നേഹം നമ്മളിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അബോർഷൻ നടത്താൻ നേരത്ത് കുഞ്ഞുണ്ട്, കുഞ്ഞിനെ പ്രിപ്പയർഡ് അല്ല, സാലറി ഇല്ല, സ്ഥിര വരുമാനമില്ല, കുഞ്ഞുണ്ടായ കഷ്ടപ്പാടാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്? അബോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കുഞ്ഞിനോട് സ്നേഹമാണ്. ഭർത്താവിനെയും കൊണ്ട് മടുത്തു, ഇനി അയാളുടെ കൂടെ ജീവിക്കാൻ അസാധ്യമാണ്. പക്ഷെ എന്ത് ചെയ്യാനാ? സ്നേഹമാണ്. ഇട്ടിട്ട് പോകാൻ തോന്നുന്നില്ല, ഡൈവോഴ്സ് ചെയ്യാൻ തോന്നുന്നില്ല. കാരണം കർത്താവ് തന്നതാണ്, സ്നേഹമാണ്. പാപത്തിലാണ്. ഈ പാപത്തിൽ നാളെ രക്ഷപ്പെടുത്തണം. അടി കൊണ്ടാലും സാരമില്ല, മരിച്ചാലും സാരമില്ല. അത് കർത്താവ് തന്ന ആളാണ്, സ്നേഹമാണ്. ഈ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും, ഞങ്ങളുടെ സഭയിലൊരു സഹോദരി, ഭർത്താവ് അടിക്കാറില്ല, തുപ്പുവാണ്, മുഖത്ത് തുപ്പിയിട്ട് ചവിട്ടും നിലത്തിട്ടിട്ട്. ഭയങ്കര മർദ്ദനം. രണ്ടുപേരും വിശ്വാസികളാട്ടോ. ഭയങ്കര മർദ്ദനം. അപ്പോൾ ഒരു ദിവസം ഈ സഹോദരി എന്നോട് ഈ വിഷമങ്ങൾ പറഞ്ഞ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരി ഒരു കാര്യം ചെയ്യ്, ഡൈവോഴ്സ് ഒന്നും ചെയ്യരുത്, ചിന്തിക്കുക പോലും ചെയ്യരുത്. ഒരു 2-3 മാസം ഒന്ന് മാറി താമസിക്കുക, വീട്ടിലൊന്ന് താമസിക്കുക. പുള്ളിക്കാരി അന്നേരം ഹോ എന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം എന്നോട് പറയുക, ജീവിതത്തെ മാറ്റിക്കൊണ്ടു പോകാൻ കർത്താവിന് സാധിക്കും. ആ പെർഫെക്റ്റ് ഹ്യൂമാനിറ്റിയാണ് ക്രിസ്തു വിശ്വാസം നമുക്ക് തരുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം. അല്ലാതെ നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, രോഗം മാറിയില്ലെങ്കിലും കുഴപ്പമില്ല, സ്വർഗത്തിൽ പോകാലോ. അതെ, മിണ്ടുന്നില്ല. സ്വർഗത്തിൽ പോകുന്നുള്ള ഉറപ്പ് ആദ്യം ഇല്ല. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ഈ വിശ്വാസത്തിന്റെ തകർച്ചയെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ വിശ്വാസത്താൽ നമുക്ക് ക്രിസ്തുവിനെ ലഭിക്കുന്നില്ലെങ്കിൽ, ആ പെർഫെക്റ്റ് ഹ്യൂമാനിറ്റി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നില്ലെങ്കിൽ, എനിക്ക് പകരം ക്രിസ്തു ജീവിക്കുന്നില്ലെങ്കിൽ, അവൻ എൻ്റെ പകരക്കാരനായി മാറുന്നില്ലെങ്കിൽ, നമ്മുടെ വിശ്വാസം വെറുതെയാണ്. അത് ലോകത്തിലുള്ള എല്ലാവരുടെയും ചപല വിശ്വാസങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാവുന്ന ഗുണമില്ലാത്ത വിശ്വാസമാണ്. ശരിക്കുമുള്ള വിശ്വാസം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ക്രിസ്തുവിനെ ഉരുവാക്കുകയാണ് ചെയ്യുന്നത്. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറയുന്നത്? മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഈ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, അതായത് ക്രിസ്തു എനിക്ക് പകരം ജീവിക്കും, അവനാണ്, ഞാനല്ല. ഇതാണ് ഈ പുതിയ ജീവിതം എന്ന് പറയുന്നത്. പുതിയ ജീവിതം പുത്രന്റെ ജീവിതമാണ്. ആ പുത്രന്റെ ജീവിതത്തിനകത്തൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നിയമങ്ങളാൽ വരുന്നതല്ല, നിയമത്തിന് മുകളിലുള്ളതാണ്. ഉദാഹരണത്തിന് ഈ ഹ്യൂമാനിറ്റി എങ്ങനെയാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ പേന ഭയങ്കര വിലയുള്ളൊരു പേനയാണെന്ന് വിചാരിച്ചോ, ഒരു നിമിഷത്തേക്ക് വിചാരിച്ചോ, എല്ലാവരും വിചാരിച്ചോ. അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, ഇത് ആരും നോക്കാതിരിക്കുവാണെങ്കിൽ ഞാനിത് പോക്കറ്റിലിട്ട് കൊണ്ടുപോകാം എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഓക്കെ. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. കാരണം എന്താ? മോഷ്ടിക്കരുത് എന്നുള്ളൊരു നിയമമുള്ളത് കൊണ്ട്.
അപ്പം നിയമം അനുസരിച്ച് നോക്കിയാൽ ഞാൻ മോഷ്ടിക്കുന്നില്ല, പക്ഷെ എൻ്റെ ഉള്ളിലെ വികാരം എടുത്ത് കളയാൻ അതിന് പറ്റുന്നില്ല. ഈ മോഹം അതുപോലെ തന്നെ കിടപ്പുണ്ട്, പക്ഷെ മോഷ്ടിക്കരുന്നൊരു പ്രമാണമുള്ളത് കൊണ്ട് ഞാനത് ചെയ്തില്ല. എന്നാൽ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വരുന്നെങ്കിലോ ഈ പേന കാണുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നത്? ഒന്നും തോന്നുന്നില്ല. കാരണം എന്താ? കർത്താവിനൊന്നും തോന്നുന്നില്ല. ആ ഒരു ഹ്യൂമാനിറ്റി നമുക്ക് ആരാ തരുന്നത്? കർത്താവാണ് തരുന്നത്. ഞാൻ വിശ്വാസത്തിൽ വന്ന ശേഷം എന്നെ വിശ്വാസത്തോട് നടത്തിയ ആൾ പറഞ്ഞു, നിങ്ങൾ ഒരുപക്ഷെ സുവിശേഷ വേല ചെയ്യുന്ന ഒരാളായിരിക്കും. ഞാൻ പറഞ്ഞു, ആയിരിക്കുമോ? എനിക്ക് പേടിയായിരുന്നു അതൊക്കെ. കാരണം ഭയങ്കര സ്വപ്നങ്ങളായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നു. ഇതിനിടയിൽ അതൊക്കെ കളഞ്ഞിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കർത്താവ് വിളിച്ച എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു. നീ യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ? അപ്പോൾ യേശുക്രിസ്തു അല്ലേ കർത്താവ്? അതെ. അപ്പോൾ കർത്താവ് വിളിച്ച എന്നാ ചെയ്യും? ഞാൻ പറഞ്ഞു, എന്നാ ചെയ്യും? അയ്യോ, എന്നാ ചെയ്യും? പോകേണ്ടി വരുമല്ലോ. പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് സ്ട്രൈക്ക് ആവുന്നത്. ചിലപ്പോൾ ഈ ഡിഗ്രി തീരുന്നതിന് മുമ്പ് കർത്താവ് വിളിച്ച് എന്നാ ചെയ്യും? വീട്ടിൽ ചെന്ന് പെർമിഷൻ ചോദിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? കലപ്പമേൽ കൈവച്ചിട്ട് പുറോട്ട് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യും? കാറ്റ് പോലായി കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഈ കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ട് വീശു, എവിടെ കാണുമെന്ന് അറിയാൻ പറ്റിയില്ല. ഞാൻ ചെന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു, അടുത്ത അവധിക്ക് ഞാൻ വന്നില്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് പോയി എന്ന് വിചാരിച്ചോണം. മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലമാണ്, അന്വേഷിച്ചൊന്നും നടക്കരുത്. ചിലപ്പോൾ അടുത്ത അവധിക്ക് ഞാൻ കാണുകയില്ലെന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ കർത്താവ് എപ്പോഴാണ് വിളിക്കുന്നതെന്ന് അറിയാൻ മേല. അതൊരു ഭയങ്കര ആനന്ദമാണ്. കർത്താവിൻ്റെ കയ്യിൽ അകപ്പെടുക എന്ന് പറയുന്നത് പോലത്തെ ഒരു സന്തോഷം. പക്ഷെ നമ്മളെല്ലാം ഈ സെറ്റിൽമെൻറ്റ് ആഗ്രഹിക്കുന്നതുകൊണ്ട് ഈ ക്രിസ്തുവിൻ്റെ ജീവൻ്റെ പവർ അനുഭവിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഈ സഹോദരങ്ങളെ ഈ ക്രൂശ് അനുഭവിക്കുന്ന അനേകം സഹോദരന്മാർ ഞങ്ങളുടെ ചുറ്റുമുണ്ട്. നമുക്ക് അവർ ഉപദേശിക്കാനൊന്നും പറ്റില്ല. കാരണം ക്രിസ്തു ആരിലാണോ വാഴുന്നത് അവർ നിയമത്തിന് അതീതമായ കൃപയിലേക്കാണ് മാറുന്നത്. ഈ പെർഫെക്റ്റ് ഹ്യൂമാനിറ്റിയാണ് ഇന്ന് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടത്. അതായത് സ്നേഹിച്ച് ജീവൻ കളയുന്ന, സ്നേഹത്തിന് വേണ്ടി മരിക്കുന്ന, മറ്റൊരാൾക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്ന, ക്രിസ്തുവിനെ പോലെ ഇറങ്ങിച്ചെല്ലുന്ന, ക്ഷമിക്കുന്ന, കരുണ കാണിക്കുന്ന ആ ഒരു സ്നേഹമാണ് ഇന്ന് നമ്മുടെ എല്ലാ ഹൃദയങ്ങളിൽ വരേണ്ടത്. ആ ഒരു സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ സാക്ഷാൽ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ആ വെള്ളവും ആത്മാവും എന്താണെന്ന് നോക്കാം. അതുകൊണ്ട് നോക്കി കഴിയുമ്പോൾ നമ്മുടെ സമയം തീരും. ഓക്കെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് പ്രസംഗം പോലെ ആയി എന്ന് എനിക്കറിയാം. ഇതിൻ്റെ പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും മൈൻഡിനോടാണ് സംസാരിക്കുന്നത്. എന്നാൽ ആത്മാവിനോട് സംസാരിച്ചാലേ നമുക്ക് ആത്യന്തികമായ മാറ്റം ഉണ്ടാവുള്ളൂ. മൈൻഡിനോട് സംസാരിച്ചാൽ മൈൻഡ് നാളെ നേരം വെളുക്കുമ്പോൾ മറക്കും. എന്നാൽ ആത്മാവ് സംസാരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അത് മറക്കില്ല. അതായത് 94 ആണ്ടിൽ എന്നോട് കർത്താവ് സംസാരിച്ച ആ സംസാരം എൻ്റെ ആത്മാവിനോട് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നും ഈ വചനവുമായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് വെള്ളം, എന്താണ് ആത്മാവ്? ദൈവം എങ്ങനെയാണ് ഈ ആത്മീക ജീവൻ എനിക്ക് തരുന്നത്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് സംഭവിക്കുന്നത്? വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അടുത്ത വാക്യം നിക്കോദമോസ് ചോദിക്കുകയാണ്, കാറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, കർത്താവേ ഇതെങ്ങനെ സംഭവിക്കും? കാറ്റ് പോലെയാകാൻ എങ്ങനെ പറ്റും? അപ്പോൾ കർത്താവ് പറയാണ്, നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇതൊന്നും അറിയുന്നില്ലേ? അപ്പോൾ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവ് എന്തറിയണമായിരുന്നു? ഈ വെള്ളത്താലും ആത്മാവിനാലുള്ള വീണ്ടും ജനനം എന്താണെന്നും കാറ്റ് പോലെ വീശുന്ന എന്താണെന്നും ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവ് അറിയണമായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാക്കന്മാർ പഠിപ്പിക്കുന്ന പഴയ നിയമത്തിൽ ഇതുണ്ടായിരിക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണത്? യെഹെസ്കേലിൻ്റെ പുസ്തകം 36:25 വാക്യം വായിച്ച് ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് വായിക്കുക. എന്താണ് വെള്ളത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനം? ഇതെങ്ങനെ പ്രാപിക്കാം? യെഹെസ്കേൽ 36:25. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. അപ്പൊ വെള്ളം എന്താ ചെയ്യുന്നത്? വെള്ളം നമ്മുടെ വിഗ്രഹങ്ങളെ, നമ്മുടെ മലിനതകളെ, മോഹങ്ങളെ എല്ലാം നീക്കിക്കളയുക ചെയ്യുന്നത്. അടുത്ത വാക്യം, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. കണ്ടോ? അപ്പൊ വെള്ളവുമായി ആത്മാവുമായി പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ പകരും. കല്ലായുള്ള നിങ്ങളുടെ ഹൃദയത്തെ ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായൊരു ഹൃദയം നിങ്ങൾക്ക് തരും. കണ്ടോ? അപ്പൊ എന്താ ചെയ്യുന്ന കർത്താവ്? എങ്ങനെ നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നത്? പഴയതിനെ എടുത്തു കളഞ്ഞിട്ട് പുതിയ ഒന്നിനെ സ്ഥാപിച്ചുകൊണ്ടാണ്. ഓക്കെ, അതിനെ മുറിച്ചു മാറ്റിക്കൊണ്ടാണ്. എന്തുകൊണ്ടാണ് നമുക്ക് കാറ്റ് പോലെ വീശാൻ പറ്റാത്തത്? ഞാൻ 1-2 എക്സാമ്പിൾസ് പറയാം. ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് എന്നോട് കർത്താവ് കാണിച്ചു തന്ന ആളാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഞങ്ങൾക്കൊരു പരിചയമില്ലായിരുന്നു. പക്ഷേ എൻ്റെ വൈഫ് ഒരു മിഷണറിയാണ്, ഞാനൊരു മിഷണറിയാണ്. എൻ്റെ വൈഫ് മലയാളിയല്ല, കന്നഡ സ്വദേശിയാണ്. അവർ കന്നഡ ആ ഒരു വിഭാഗത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസി വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സുവിശേഷ വേല ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹ ആലോചന വരുന്നതും വിവാഹം കഴിക്കുന്നത്. അപ്പോൾ വിവാഹം കഴിക്കുന്ന സമയത്ത്
ഒരു കാർന്നവർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പുള്ളി പാസ്റ്ററാന്നാണ് പുള്ളി പറയുന്നത്, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ പുള്ളി എന്നോടൊന്ന് പറഞ്ഞു, എടാ മണ്ട, നീ ഈ സ്വത്ത് വേണ്ട, സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞ് മണ്ടത്തരം കാണിക്കരുത്. ഇപ്പോഴാ വല്ലവരും എന്തെങ്കിലും തരുള്ളൂ, കുറേ കാലം കഴിയുമ്പം നിനക്കൊരു ആവശ്യം വന്നാൽ ആരും ഒന്നും തരികയില്ല. അപ്പം 40-45 വയസ്സാകുമ്പോൾ നിൻ്റെ ഭാര്യ തന്നെ പറയും, അന്ന് കിട്ടാവുന്ന മേടിച്ചുകൊണ്ട് പോന്നായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നു അച്ചായെന്ന് നിൻ്റെ ഭാര്യ തന്നെ ചോദിക്കും. അന്ന് ഞാൻ പറഞ്ഞ വാക്ക് നീ ഓർക്കുമെന്ന് പറഞ്ഞു. എൻ്റെ ഒരു ശാപം പോലെ ആയിപ്പോയി. ഞാൻ പറഞ്ഞു, 45-ാം വയസ്സിൽ ഞാൻ അങ്ങനെ ആലോചിക്കുന്നു വിചാരിച്ചുകൊണ്ട് 27-ാം വയസ്സിലെ പാപം ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. പുള്ളി എന്നിട്ട് എന്നോട് പറഞ്ഞു, നിന്നോടൊന്ന് ഉപദേശിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറയാൻ മാത്രമല്ല, കല്യാണത്തിൻ്റെ അന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞു, ഇവനോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞു ഇങ്ങനെയൊന്നും കല്യാണം കഴിക്കരുത്, ഇവൻ പറഞ്ഞാൽ കേൾക്കില്ല, എന്ത് ചെയ്യാനാന്ന് ആശംസ പറഞ്ഞതാണ്. എൻ്റെ അപ്പനും ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ 40-45 വയസ്സായപ്പോൾ ഞാൻ ആലോചിക്കാൻ തുടങ്ങി, എന്താണ് ഈ 45 വയസ്സിൻ്റെ ഗുട്ടൻസ്? അതൊരു വലിയ ഗുട്ടൻസ് ഉണ്ട്. നമുക്ക് കാറ്റ് പോലെ എത്ര വീശിയാലും 45 വയസ്സാകുമ്പോൾ ആൾക്കാർ സെറ്റിലാവും. അതെന്താ എൻ്റെ ഗുട്ടൻസ് ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞതിനകത്തൊരു കഥയുണ്ടായിരുന്നു. പണ്ട് പറയും, ബുദ്ധി ഇല്ലാത്തവനാണെങ്കിലും വിവരം ഉണ്ടെന്ന് അങ്ങനെയൊക്കെ പറയുന്ന പോലെ പറഞ്ഞത് കറക്റ്റായിരുന്നു. ഈ 45-ാം വയസ്സാകുമ്പോൾ നമ്മുടെ പിള്ളേർ +2 ഒക്കെ പാസ്സായി ഒരു ഹയർ സ്റ്റഡീസിന് പോകാൻ. അപ്പം വിറ്റാമിൻ എം ഇല്ലാതെ ഒരു പരിപാടി നടക്കാൻ മാട്ടെ. വീട് എന്തിയേ, കല്യാണം കഴിക്കാൻ പിള്ളേർക്ക് വരുമാനം എന്തിയേ. അപ്പോൾ കാറ്റ് പോലെ വീശിയാൽ ഈ പരിപാടികളൊന്നും നടക്കുകയില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ഒരു നല്ല സഭ എവിടെ കിട്ടും എന്ന് അന്വേഷിക്കാൻ തുടങ്ങും. കേൾപ്പാൻ ചെവിയുള്ളവൻ. എന്നിട്ട് എങ്ങനെയെങ്കിലും ഗൾഫിൽ അവിടെ ഇവിടെ ഒരു സഭ സംഘടിപ്പിക്കും, അവിടെ പാസ്റ്ററായിട്ട് പോവും, പിള്ളേരെ എങ്ങനെയെങ്കിലും IELTS ഒക്കെ എഴുതി പാസ്സാക്കി വെച്ച് എവിടെയെങ്കിലും വിടും, സെറ്റിൽമെൻ്റ് ആക്കി വീടും പണിത് അവസാന കാലത്ത് കാല് നീട്ടിരുന്നിട്ട് പറയും, ദൈവം അനുഗ്രഹിച്ചതാണ്. ഇയാൾ കാറ്റ് പോലെ വീശേണ്ട ആളാണ്, ഇപ്പം വീപ്പക്കുറ്റി പോലെ ഇരിക്കുന്നത്. പിന്നെ ആകെ ഒരു പ്രസംഗമുള്ളൂ, മൊത്തം നിങ്ങളെ നടത്തുന്ന ദൈവം, വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവം, ക്രിസ്തുവുമില്ല, ക്രൂശുമില്ല, കാറ്റുമില്ല, വീണ്ടും ജനനവുമില്ല. കാരണം എന്താ? ഈ വീണ്ടും ജനിക്കുക, ക്രിസ്തുവിൻ്റെ ജീവൻ പ്രാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അങ്ങനെ കാറ്റ് പോലെ വീശാൻ നമ്മളെ തടയുന്ന ഒത്തിരി തത്വങ്ങൾ നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ചിട്ടുണ്ട്. പൈസ ഇല്ലാത്തവനെ എന്തിനു കൊള്ളാം, ചെറുപ്പത്തിലെ പഠിച്ച തത്വമല്ലേ? ആണോ? അപ്പനമാർ പറഞ്ഞു കൊടുക്കും, എടാ നീ സുവിശേഷ വേലയ്ക്കൊന്നും ഇറങ്ങരുത്, ആദ്യം ഒരു ജോലി കിട്ടണം, ജോലി കിട്ടി സ്വന്തം പൈസ കൊണ്ട് ആ അഹങ്കാരത്തിൽ വേണം സുവിശേഷ വേല ചെയ്യാൻ. അപ്പോൾ സുവിശേഷ വേല ചെയ്യാൻ പോകുമ്പോൾ എന്ത് വേണം? അവൻ്റെ പണം വേണം, എന്നാലൊരു ഗമ വരുള്ളൂ, അല്ലെ വെറുതെ തെണ്ടി പോവും. ഇതാര് പറഞ്ഞു കൊടുക്കുന്നത്? നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. പിന്നെ പറഞ്ഞു കൊടുക്കുന്നത്, എടാ വിദ്യാഭ്യാസം വേണം, ആദ്യം നീ ഒരു ഡിഗ്രി എടുക്കുക, എന്നിട്ട് നീ എവിടെയെങ്കിലും പോക്കോ. അപ്പോൾ ഒരു ഡിഗ്രി എടുക്കുന്ന 4 വർഷത്തിൽ കർത്താവ് വന്നാ അങ്ങനൊന്നും വരികയില്ലെന്ന് അപ്പനും അറിയാം, മക്കൾക്കും അറിയാം. ഇത് കുറേ നാളായിട്ട് ഈ വിശ്വാസമൊക്കെ പണ്ടേ പോയതാ. നീ ആദ്യം ഡിഗ്രി എടുക്കുക, ബാക്കിയൊക്കെ പിന്നെ ആലോചിക്കാം. അപ്പം നമ്മളറിയാതെ നമ്മുടെ പിള്ളേരെ പഠിപ്പിച്ചു വിടുന്ന എന്താണ്? കാറ്റുപോലെ പോകല്ലേ മക്കളെ, കാറ്റുപോലെ പോകല്ലേ. ശരിയാണോ? ഇനി വേറൊന്നും കൂടെ ഉണ്ട്. കർത്താവ് പറയാ, ഇയാളെ കല്യാണം കഴിക്കുക, നിനക്ക് ഞാൻ വെച്ചിരിക്കുന്ന ഇയാളാണ്. അപ്പോൾ അതാ വരുന്നു, നമ്മുടെ കൂട്ടത്തിലുള്ളതാണോ ജാതി? അപ്പോൾ നമ്മുടെ തീരുമാനങ്ങളൊന്നും ഈ ബാലപാഠങ്ങളാണ്. അപ്പോൾ ആൾക്കാർ പറയും, അതെന്താ ഇങ്ങനെ ഈ അവനവൻ്റെ ജാതിയിൽ നിന്ന് കെട്ടണം തന്നെ നിർബന്ധം ചോദിക്കും. പറയാം, അതെ എടാ, എന്നോട് ഒരാൾ പറഞ്ഞ, എടാ ഈ കല്യാണം എന്ന് പറയുന്ന ഒരു 2 പേര് തമ്മിലുള്ളൊരു ബന്ധമല്ല. ഞാൻ പറഞ്ഞു, പിന്നെ കല്യാണം എന്ന് പറഞ്ഞാൽ 2 പേര് തമ്മിലുള്ള ബന്ധം അല്ലേ? അല്ല, 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. ഞാൻ ചത എവിടെ നിന്ന് പഠിച്ചത്? എത്ര അധ്യായം, എത്ര വാക്യം? ബൈബിളിലില്ല, അത് ലോകത്തിൻ്റെ പാഠങ്ങളാണ്. ഇവർ വിചാരിച്ചിരിക്കുന്ന അപ്പുറത്തെ അമ്മായിപ്പനും അമ്മായിമ്മയും ഇപ്പുറത്തെ അമ്മായിപ്പനും അമ്മായിമ്മയോട് ഒന്നിച്ചിരുന്ന കപ്പയും മീനും കഴിക്കുന്നതാണ് കല്യാണമെന്ന്. പുരുഷനോട് പറഞ്ഞിരിക്കുന്നത്, നീ നിന്റെ അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചൊരു ഈ ബൈബിളിലെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ഭയങ്കര സ്വാതന്ത്ര്യം. സഹോദരിമാരെ, നിങ്ങളോട് ഞാനൊരു ഭയങ്കര സന്തോഷ വാർത്ത പറയാം. നിങ്ങൾ വെളിയിൽ ആരോടും പറയോ വീട്ടിൽ പോയി വഴക്കുണ്ടാക്കുകയോ ചെയ്യരുത്. ഓക്കെ? അവിടെ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചാൽ അവൾ പോയി അവളുടെ ഭർത്താവിൻ്റെ അപ്പനെ അമ്മയും ശുശ്രൂഷിച്ച് അനുസരിച്ച് താമസിക്കണമെന്ന് ബൈബിളിലില്ല. ഇത്തിരി വെള്ളം കുടിക്കട്ടെ. ഉണ്ടോ? ഇല്ല. അത് നമ്മൾ പഠിപ്പിച്ച പാഠമാണ്. ഒരു വീട്ടിൽ 2 പെൺമക്കളേ ഉള്ളൂ. അവർ 2 പേരെയും കല്യാണം കഴിപ്പിച്ചു വിട്ടു. ഉള്ള പൈസയും പോയി, പിള്ളേരും പോയി. ഇവർക്ക് വയസ്സനാം കാലത്ത് ആരുമില്ല. ഈ വയസ്സനായ അപ്പനെ അമ്മേനെയും കാണണമെങ്കിൽ ഈ ഭർത്താവിൻ്റെ പെർമിഷൻ പോരാ, അവൻ്റെ അപ്പൻ്റെ പെർമിഷൻ വരെ വേണം. ഇത് എന്ത് വെള്ളരിക്കപ്പെട്ടണോ? ഇതെന്താ ഇത്? നിങ്ങൾ അറിഞ്ഞില്ല അല്ലേ ബൈബിൾ ഇത്രയും ഫ്രീ ആണ്? ബൈബിൾ പോലെ ഫ്രീഡം തരുന്ന ഒരു പുസ്തകം ലോകത്തില്ല. വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ
ഇന്ന വസ്ത്രം ധരിക്കണമെന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടില്ല, മാന്യമായിട്ട് ധരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് രാവിലെ കണ്ണാടി നോക്കും, രാവിലെ എല്ലാവരും വസ്ത്രം ധരിക്കാൻ നേരത്തെ കണ്ണാടി നോക്കണം, എന്നിട്ട് ഇങ്ങനെ പറയണമെന്നാ. ഓൾറെഡി എൻ്റെ സഹോദരന്മാർക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ട്, അതിൻ്റെ കൂടെ ഞാൻ ഇങ്ങനൊരു വസ്ത്രം ധരിച്ച് അവർക്കൊരു പുതിയ പ്രോബ്ലം ഉണ്ടാക്കാതിരിക്കാൻ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വസ്ത്രം ധരിക്കണം. ആഹാരം കഴിക്കുന്ന എന്ത് വേണേലും കഴിക്കാം, തിരിച്ചു കടിക്കാതെ സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. രാവിലെ എപ്പോൾ എഴുന്നേക്കണമെന്ന് ബൈബിളിൽ പറയുന്നില്ല, എത്ര നേരം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നില്ല, എന്ത് നീളം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നില്ല. ഞായറാഴ്ച കൂടി നമ്മൾ തന്നെ അങ്ങ് വളർന്നു വരുക. ഇത്രയും സ്വാതന്ത്ര്യമുള്ള ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? പക്ഷെ കർത്താവിൻ്റെ സ്നേഹത്തിലാണ് ഞാൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നത്. അത് അയ്യോ 1/2 മണിക്കൂറായി ഇന്നത്തെ കോട്ട കഴിഞ്ഞ് ഞാൻ പറയില്ല, കാരണം ഇത് സ്നേഹമാണ്. അപ്പൊ ഇതെല്ലാം സ്നേഹത്താൽ നിയന്ത്രിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് മതമില്ലാതെ തന്നെ നമ്മളിൽ ആരുണ്ടാവും? ക്രിസ്തു ഉണ്ടാവും. അപ്പൊ പിള്ളേർ പ്രാർത്ഥിക്കാൻ വരുന്ന അപ്പനന്മാർ പറഞ്ഞോണ്ടല്ല, ഉള്ളിൽ ക്രിസ്തു ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. യേശു ക്രിസ്തു ഉള്ളിൽ വരാതെ, നിയമത്തിന് അതീതമായ സ്വഭാവം നമ്മുടെ ഉള്ളിൽ വരാതെ, ക്രിസ്തു നമ്മിൽ വസിക്കാതെ നമുക്ക് ഈ ഹയർ മൊറാലിറ്റിയോട്ട് വരാൻ ഒരിക്കലും സാധിക്കില്ല. ഞാൻ ഈ പറഞ്ഞു വന്നതാണ്, ഇങ്ങനെയുള്ള അനേകം നിയമങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമുക്കിത് മറക്കാൻ പറ്റില്ല. ഏത് നിയമങ്ങളാണ്? പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് മറക്കാൻ പറ്റത്തില്ല. അതുപോലെ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ നമ്മൾ എന്തിനു കൊള്ളാമെന്നുള്ളത് മറക്കാൻ പറ്റത്തില്ല. അതുപോലെ അവനവൻ്റെ ജാതിയാണ് ഏറ്റവും ബെസ്റ്റ് ജാതി എന്നുള്ളതും നമുക്ക് ആർക്കും മറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നതിലൊന്നും കേൾക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ മരിക്കണം, പഴയ ജഡം മാറ്റപ്പെടണം, പുതിയ ആത്മാവിനാൽ നമ്മൾ കാറ്റുപോലെ വീശണമെങ്കിൽ ഈ പഴയ ഹൃദയം, ആ കഠിന ഹൃദയം, മറക്കാത്ത ഹൃദയം എടുത്തു മാറ്റപ്പെടണമെന്ന് വേദപുസ്തകത്തിൽ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലായോ? അപ്പൊ എടുത്തു മാറ്റപ്പെട്ട്, ഇപ്പം നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. അപ്പം ഞാൻ പറയും ഇല്ല പാസ്റ്ററെ, ഞാനിതൊന്നും കാര്യമാക്കുന്നില്ല, എനിക്ക് പൈസയും വേണ്ട, ഒന്നും വേണ്ട. ഇങ്ങനെ പറയുന്ന ആൾക്കാർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചുമ്മാ പറയുന്നത്. അതെങ്ങനെയാണെന്നറിയാമോ? ഒരു പട്ടാളക്കാരൻ, തീരെ സമയം തീർന്നോ? ആയില്ലേ? 1 മിനിറ്റ് 2 മിനിറ്റുള്ള തീർന്നു. ഒരു പട്ടാളക്കാരൻ യുദ്ധം ചെയ്യാൻ പോയി, ഒരു തടവുകാരനെ പിടിച്ചു. അപ്പുറത്തെ രാജ്യത്തെ തടവുകാരനെ പിടിച്ചിട്ട് കമാൻഡറെ വിളിച്ചു പറഞ്ഞു, ഞാനൊരു തടവുകാരനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കമാൻഡർക്ക് ഭയങ്കര സന്തോഷമായി. ബോംബിട്ട് 10 കൊല്ലുന്നതിനേക്കാളും വിലയാണ് അവിടുത്തെ ഒരുത്തനെ ജീവനോടെ പിടിച്ചാൽ. അപ്പോൾ കമാൻഡർ പറഞ്ഞൊരു കാര്യം ചെയ്യ്, നീ അവനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഓക്കെ സാർ എന്ന് പറഞ്ഞു. ഫോൺ വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പം അവൻ പറഞ്ഞു, കമാൻഡർ ഇവൻ വിളിച്ചു, പിന്നെയും വിളിച്ചു. അപ്പോൾ കമാൻഡർ ചോദിച്ചു, എന്താടാ? അവൻ എൻ്റെ കൂടെ വരുന്നില്ല സാർ എന്ന് പറഞ്ഞു. അന്നേരം കമാൻഡർ പറഞ്ഞ ഒരു കാര്യം, നീ അവനെ വിട്ടിട്ട് നീ ഇങ്ങ് വരാൻ പറഞ്ഞു. ഓക്കെ സാർ എന്ന് ഫോൺ വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻ പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞു, സാർ എന്താടാ? അവൻ എന്നെ വിടുന്നുമില്ല സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ആരെയാണ് പിടിച്ചേക്കുന്നത്? ഇവൻ അവനെയല്ല, അവൻ ഇവനെയാണ് പിടിച്ചേക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പൈസയൊന്നും നമുക്കൊരു പ്രശ്നമല്ല, പക്ഷെ നമ്മളെ ആ പൈസ മുറുക്കെ പിടിച്ചേക്കുക, എങ്ങോട്ടും വിടുകയില്ല. ഏത് ദേശത്തോട്ട് വിടണമെങ്കിലും പൈസ പറഞ്ഞാലേ നമ്മൾ പോവുള്ളൂ, അല്ലേ? ബോംബ് പൊട്ടുന്നിടത്ത് നമ്മൾ പോവും? നമ്മൾ പോവില്ല. നമ്മളുടെ ആര് പറഞ്ഞാലേ പോവുള്ളൂ. പൈസ പറയണം, മാമൻ പറയണം, വാ മോനെ ഞാൻ ഇവിടെയാണ്, ദാ വരുന്നു പപ്പാ, എങ്ങോട്ട് വേണ്ടി നമ്മൾ പോകും. എന്നിട്ട് പറയുന്നത് എന്താ? പൈസ ഒന്നുമല്ല, ദൈവം നടത്തിയെന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഈ തട്ടിപ്പാണ് ഇന്ന് ആത്മീയത എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരൊരു ലൈഫിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരിക്കലും സാധിക്കില്ല. നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ആത്മാവിനാൽ ജീവിക്കണം. ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ജോലി ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും മിഷണറിയായിട്ട് പോകുമായിരിക്കും. പക്ഷെ തീരുമാനമെടുക്കാനുള്ള അധികാരം കർത്താവിനാണെങ്കിൽ അവൻ്റെ ജീവനാൽ നമ്മൾ നിറയ്ക്കപ്പെടും. അവൻ്റെ ജീവനാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അവസാനത്തെ വാക്യം ഇങ്ങനെ ഞാൻ വായിക്കുന്ന ഇതാണ്, റോമാലേഖനം 5:10 പറയും, നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ പുത്രൻ്റെ മരണത്താൽ നമുക്ക് അവനോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷമോ നാം അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. അതുകൊണ്ട് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് വിശ്വസിച്ച് കാര്യങ്ങൾ സാധിക്കുന്നതല്ല, വിശ്വസിച്ചിട്ട് ക്രിസ്തുവിനെ ലഭിക്കുന്നതാണ്. ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുവിനോടൊപ്പം ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. അതാണ് നമുക്കെല്ലാം രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി. അടുത്ത വാക്യം പറയാണ്, ഇപ്പം ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നത്. അപ്പൊ ഫെയ്ത്ത് ലൈഫ് എന്ന് പറയുന്നത് ഞാനല്ല, ക്രിസ്തുവാണ് ജീവിക്കുന്നുള്ളതാണ്, അല്ലാതെ എൻ്റെ കാര്യങ്ങളെല്ലാം കർത്താവ് നടത്തി തരുന്നുള്ളതല്ല. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ